ഭാഗവതം പ്രത്യക്ഷ ശ്രീകൃഷ്ണ സ്വരൂപം തന്നെയാണ്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്താഹ സ്വരൂപത്തിൽ ഗുരുവായൂരപ്പനെ ഉപാസിച്ചു കൊണ്ടിരിക്കുന്നത്. 5 ദിവസം കഴിഞ്ഞു, 6ാമത്തെ ദിവസമായി. 5 ഇന്ദ്രിയങ്ങളെയും അടക്കി മനസ്സിനെ മാത്രം അടക്കാൻ ലേശ പ്രയാസമുണ്ട്. അതുകൊണ്ട് അതിനും കൂടി പാകത്തിന് ഈ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാഗവതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട നിരവധി കാര്യങ്ങൾ സൂചിപ്പിച്ചു തരുന്നു, കൃഷ്ണനെ മുൻനിർത്തിക്കൊണ്ട്. എന്താ ഈ കൃഷ്ണന്റെ കഥകളുടെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ, മറ്റൊരു അവതാരത്തിനും ഇല്ലാത്തതായ ഒരു ആനന്ദം, ഒരു അനുഭൂതി കൃഷ്ണാവതാരത്തിലുണ്ട്. അതുകൊണ്ട് കൃഷ്ണകഥകളിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് പതുക്കെ പതുക്കെ ആ ധർമ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. മറ്റൊരു തരത്തിൽ ഉപദേശം മാത്രമാണെങ്കിൽ അന്യനു ധർമ്മമോദാനായി ആർക്കുമുണ്ടു വിദഗ്ധത, എന്നാൽ സ്വയം അനുഷ്ഠിപ്പാൻ വയ്യപ്പോൾ മുനിമാർക്കുമേ. മറ്റുള്ളവരോട് പറയാൻ നമുക്കറിയാം, പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പകർത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണകഥകളിലേക്ക് ഈ ധാർമ്മികമായ മൂല്യങ്ങളെ വച്ചുകൊണ്ട് നമുക്ക് ഓരോരോ കഥകൾ പറഞ്ഞു തരുന്നത്. കുട്ടികളുമായി കളിക്കുമ്പോൾ എങ്ങനെ വേണം എന്ന് നിഗമോക്ഷത്തിലൂടെ കാണിച്ചു തരുന്നു. അതേപോലെ ജീവിതത്തിൽ പലപ്പോഴും അപവാദങ്ങൾ ഉണ്ടാവാം. അപ്പോ സ്യമന്തകമണി അപഹരിച്ചു കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോ ഭഗവാൻ പറയണു, ആയിക്കോട്ടെ, അപവാദം എന്നെ കുറിച്ചാണല്ലോ, അവരുടെ മനസ്സിൽ ഞാൻ നേരെയാക്കിക്കോളാം. അങ്ങനെ പല ലീലകളിലൂടെ ഭക്തന്മാരുടെ മനസ്സ് ശുദ്ധമാക്കാനുള്ളതായ കാര്യങ്ങളാണ് ഈ കഥകളിലൂടെ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നാരദ മഹർഷി ഭഗവാന്റെ ഗാർഹസ്ഥ്യ ജീവിതം എങ്ങനെയുണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് ചെല്ലണം. പല സ്വരൂപത്തില് ഗുരുവായൂരപ്പനെ നാരദ മഹർഷിക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. ഭഗവാൻ ഗായത്രി ജപിച്ചു നിൽക്കുന്ന ഒരു സ്വരൂപത്തെ അവിടെ വർണ്ണിക്കുന്നുണ്ട്. രുക്മിണിയുടെ ഗൃഹത്തിൽ ചെല്ലണു, സത്യഭാമയുടെ ഗൃഹത്തിൽ ചെല്ലണു, ശൈലിയുടെ ഗൃഹത്തിൽ ചെല്ലണു, സത്യയുടെ ഗൃഹത്തിൽ ചെല്ലണു. ഇങ്ങനെ എത്ര എത്ര കിട്ടിയ കന്യകമാരെയും കെട്ടി ഗൃഹസ്ഥന്റെ ലീലയാടിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ ഒരു ഗൃഹസ്ഥൻ 5 യജ്ഞങ്ങള് ദിവസവും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതില് നിർയജ്ഞം എന്ന് പറഞ്ഞാൽ അതിഥി സൽക്കാരം എന്നുള്ളതാണ്. ഭൂതയജ്ഞം, പിതൃയജ്ഞം തുടങ്ങിയിട്ടുള്ളതായ യജ്ഞങ്ങൾ, 5 യജ്ഞങ്ങൾ ദിവസവും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതില് നിർയജ്ഞമാണ് അതിഥികൾ എത്തിച്ചേർന്നാൽ അവരെ പൂജിക്കുക എന്നുള്ളത്. ഇവിടെ യാദൃച്ഛികമായിട്ട് ഭഗവാന്റെ ഗാർഹസ്ഥ്യ ജീവിതത്തില് രുക്മിണിയുമായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് നാരദ മഹർഷി ഗുരുവായൂരപ്പന്റെ ഗാർഹസ്ഥ്യം എങ്ങനെയുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുന്നത്. എത്ര കേമനാണെങ്കിലും ഒരു അതിഥി ഗൃഹത്തിൽ എത്തിച്ചെന്നാൽ ആ അതിഥിയെ ഈശ്വരനായിട്ട് കണ്ടുകൊണ്ട് വേണം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ. ഒരു വയസ്സായിട്ടുള്ള ഒരാള് അമ്മർക്ക് ചാരികസേരയിൽ ഇരിക്കുകയാണ്. ഒരു പയ്യനാണ് വരണത്. എങ്ങനെയാ സ്വീകരിക്കേണ്ടത്? നമ്മളൊക്കെയാണെന്ന് വെച്ചാൽ എങ്ങനെയാ ചെയ്യാ? ഒരു അല്ലെ, ആ കസേരയിൽ എണീറ്റ് തന്നെ ഉണ്ടാവില്ല. അപ്പൊ അവിടെ അതിഥി വരുന്നത്, അതിഥി ബ്രാഹ്മണോ ഭൂത്വ, അഗ്നി ബ്രാഹ്മണോ ഭൂത്വ ഗൃഹത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ദേവനാണ് എന്ന് കണ്ടുകൊണ്ട് അവിടേക്ക് ചെന്ന് കൈ കൂട്ടി പിടിച്ചുകൊണ്ട് വരണം. എനിക്കെന്ന് നമ്മുടെ ധർമ്മസംഹിതകൾ പറയണത്. എന്നിട്ടോ എത്ര തടിച്ചു കൂറ്റനാണെങ്കിലും പറയണം, അയ്യോ ക്ഷീണാണ് കേട്ടോ എന്നുള്ള രീതിയിൽ പറയണം. കാരണം എന്നെ കാണാത്ത വിഷമം കൊണ്ടുള്ള ക്ഷീണമാണ് ഇവിടത്തേക്ക് ഉള്ളത്. ഈ രീതിയിൽ വാക്കുകളെ കൊണ്ട് സന്തോഷിപ്പിക്കണം.
രീതിയിൽ ഒരു അതിഥിയെ സ്വീകരിക്കേണ്ട ധർമ്മങ്ങളെ കുറിച്ച് അവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഗുരുവായൂരപ്പൻ തന്റെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്ന നാരദ മഹർഷിയെ വേണ്ടുവണ്ണം സൽക്കരിച്ചിരുത്തി, ഇത്തിരി നേരം അവിടുത്തെ ഉപദേശമാവാം, കുറച്ചു കഴിഞ്ഞാൽ ഭക്ഷണമാവാം, ഈ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്ക് അധികം നേരം നിൽക്കാൻ നേരമില്ല, അടുത്ത ഗൃഹത്തിലേക്ക് പോകണം. ഇങ്ങനെ എത്രയോ 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 ഭഗവത് ഗൃഹങ്ങളിൽ നാരദ മഹർഷി ഈ പരീക്ഷ നടത്തി. ഇവിടെ ഭാഗവതം നോക്കിയാൽ നമുക്കറിയാം, ഒരു 10-36 ഗൃഹങ്ങളില് അദ്ദേഹം ചെല്ലുന്നുണ്ട്. ഒരു ദിക്കില് എണ്ണ തേച്ച് കുളിക്കാൻ പോകുന്ന ശ്രീകൃഷ്ണനെ കാണുന്നു, ഒരു ദിക്കില് മന്ത്രിമാരുമായിട്ട് രാജകാര്യങ്ങളെ ചിന്തിക്കുന്നതായ ശ്രീകൃഷ്ണ പരമാത്മാവിനെ കാണുന്നു, മറ്റൊരു ദിക്കില് ഇതിഹാസ കഥകള് ഒരു വായനക്കാരനെ വിളിച്ചു വരുത്തിയിട്ട് ഇതിഹാസ കഥകൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിഹാസ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പനെ കാണുന്നു. പല ദിക്കിലും പല സ്വരൂപത്തില് ഈ ഗുരുവായൂരപ്പനെ നാരദ മഹർഷിക്ക് അദ്ദേഹത്തിന്റെ ഗാർഹസ്ഥ്യ ജീവിതത്തില് കാണാൻ സാധിച്ചു. ഈ കഥ കേട്ടിട്ട് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് ചോദിക്കുകയാണ്, എന്തേ ഈ കഥയുടെ താല്പര്യം? നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ കുറെ കേട്ടുല്ലോ, 25ാമത്തെ തവണയും കണ്ടല്ലേ ഇതാ. കൃഷ്ണ അവതാരത്തില് കൃഷ്ണ ഗാർഹസ്ഥ്യത്തെ രണ്ടു കളത്രത്തെ വച്ച് പൊറുപ്പിക്കണ തണ്ടു തപ്പിക്ക് സുഖമില്ല എന്ന് കുഞ്ചൻ നമ്പ്യാര് പറഞ്ഞപ്പോ 2 അല്ല 16,108 ആയാലും ഒരു സുഖക്കുറവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാർഹസ്ഥ്യ ജീവിതത്തിന്റെ മഹത്വം നമ്മുടെ മുമ്പില് ഗുരുവായൂരപ്പൻ കാണിച്ചു തരികയാണ്. അങ്ങനെ കാണിച്ചു തരുമ്പോ നാരദ മഹർഷി ഇത് പരീക്ഷിക്കാൻ പോകുമ്പോ അദ്ദേഹം അനുഭവിച്ചതായ ആ ലീലകളിലൂടെ നമ്മളോട് ചോദിക്കണോ, ഭാഗവതം ഇത് കേട്ടിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി? ഭാഗവതം എനിക്ക് നല്ലോണം അറിയാം, പിന്നെ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാണാപ്പാടല്ലേ. ഇവിടെ ഗുരുവായൂരപ്പനെ അറിയായൊന്നുമല്ല, പക്ഷെ മറ്റുള്ളവരെ വിളിച്ചു വരുത്തി ഈ ഭാഗവതാദികൾ കേൾക്കുന്നു. അപ്പൊ എത്ര കേട്ടാലും എത്ര അനുഭവിച്ചാലും എത്ര മനസ്സിലാക്കിയാലും തീരാത്തതായ അറിവിന്റെ കലവറകളാണ് ഈ പുരാണാദികള് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, അവിടെ ഒരാൾ വായിക്കാൻ വരുമ്പോ അദ്ദേഹത്തെ പൂജിക്കുക എന്നുള്ളതായ ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പോ ആ പൂജ, അതിഥി പൂജ, ആചാര്യ പൂജ എന്നുള്ളത് ജീവിതത്തില് ഒരു വ്രതമായി കൊണ്ടു നടക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരും. അതേപോലെ സജ്ജനങ്ങളെ, ഗുരുജനങ്ങളെ പോയി നമസ്കരിക്കുന്നതായ കൃഷ്ണനെ കാണിച്ചു തരുന്നുണ്ട്. ഇത് നമ്മൾ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഒരു ധർമ്മം, ഒരു മനുഷ്യനായിട്ട് പിറന്നാൽ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഒരു ദിനചര്യ എന്താണ് എന്ന് പിന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നുണ്ട്. ഗുരുവായൂരപ്പൻ രാവിലെ എണീറ്റ് ചെയ്യുന്നതായ കർമ്മങ്ങളെ കുറിച്ച്. അപ്പൊ ഒരു ഗാർഹസ്ഥ്യ ജീവിതം അനുഷ്ഠിക്കുന്നതായ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് തന്റെ ജീവിതത്തെ സന്തോഷകരമായി കൊണ്ടുപോവേണ്ടത്, ഇതാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, അല്ലെ? ഇന്ന് വലിയൊരു വീടും വെച്ചേക്കുണ്ട്, കുടുംബത്തിൽ ആരും ഇല്ലാതെ കണ്ട് വിഷമിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ. ആരോടും വർത്തമാനം പറയാനില്ല. ഇവിടെ കുട്ടികളെയും ഭാര്യയെയും അടുത്തു പിടിച്ചിരുത്തി തമാശ പറയുന്നതായ ഗുരുവായൂരപ്പന്റെ ചിത്രം നാരദ മഹർഷി നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുമ്പോ ഭാഗവതകാരൻ നമ്മളോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ ഉള്ള ഒരു അവസ്ഥയില്ല? ഭാര്യ, ഭർത്താവ്, കുട്ടികള്, ഇത് കൂടുമ്പോഴാണ്, അച്ഛൻ അമ്മ അവരെ കൂടുമ്പോഴാണ് ഒരു കുടുംബമാകുന്നത്. ഇന്നിപ്പോ ഒരു കുടുംബം ഉണ്ടോ? അപ്പൊ ആ കുടുംബത്തിന്റെ ഇമ്പം എന്നുള്ളത് ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അത് നേടിയെടുക്കേണ്ടതാണ്, നിലനിർത്തേണ്ടതാണ്, വർദ്ധിപ്പിക്കേണ്ടതാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങള് ഈ കഥയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. എന്തായാലും ഗുരുവായൂരപ്പന്റെ ആ ലീലകൾ മനസ്സിലാക്കി അവസാനം അദ്ദേഹം ഭഗവത് പാതാരവിന്ദത്തിൽ വീണ്ടും നമസ്കരിക്കണം. എന്നിട്ട് ചോദിച്ചു, അങ്ങ് 10-36 ഗൃഹങ്ങളെ പോയുള്ളൂ, ബാക്കിയുണ്ട് ഇനി നാരദ മഹർഷി എന്ന് പറഞ്ഞപ്പോ നാരദ മഹർഷി പറഞ്ഞു, ഒരു പാത്രത്തില് വെള്ളം വെച്ച് അതിൽ അരിയിട്ട് കഴിഞ്ഞാൽ
അത് വെന്തോന്ന എല്ലാ വറ്റും ഞെക്കി നോക്കാറൊന്നുമില്ല. സ്ഥാനീപുലീക ന്യായേന ഒന്ന് രണ്ടെണ്ണം എടുത്ത് ഞെക്കി കഴിഞ്ഞാൽ ഇത് ഞങ്ങളുണ്ട, അപ്പൊ ഇത് വെന്തയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോലെ ഇതുപോലെ തന്നെയാണ് അവിടുത്തെ മറ്റു ഗൃഹങ്ങളിലും എന്ന് അടിയന് മനസ്സിലായി. അതുകൊണ്ട് വിദാമയോഗമായാസ്തേ ദുർദർശ അഭിമായിനാം യോഗേശ്വരാത്മൻ നിർഭാതാ ഭവൽപാദ നിഷേവയാ അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ വര്യടാമി തവോൽഗായൻ ലീലാം ഭുവന പാവനീം. മായ, ആ മായയാണ് ഗുരുവായൂരപ്പ അവിടുത്തെ ഈ ലീലകളെ മുഴുവനും മനോഹരമാക്കി തീർക്കുന്നത്. കഥകളി വേഷം ഇവിടെ ഇന്ന് ആടുന്നുണ്ടെങ്കിൽ ആ കഥകളി വേഷത്തിന്റെ ഭംഗി കൂട്ടുന്ന സാധനം എന്താണ്? ഒരു തിരശീല ഉണ്ട്. അതാണ് ആ തിരശീല കൊണ്ട് മറയപ്പെടുമ്പോഴാണ് ആ വേഷത്തിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്, കൂടുതൽ കൂടുതൽ ആസ്വാദ്യമാനമായിട്ട് മാറണത്. ഇതേപോലെ മായയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആനന്ദം എന്താ എന്ന് അറിയാൻ വേണ്ടി ഉഴകുന്ന ഞങ്ങൾക്ക് ആ ആനന്ദത്തെ കാണിച്ചു തരികയാണ് ഗുരുവായൂരപ്പ അവിടുന്ന് നൽകിയത്. മായയിൽപ്പെട്ട് പറയുന്ന ഞങ്ങൾക്ക് ആ മായാവിയായ ഗുരുവായൂരപ്പൻ ആനന്ദത്തിൻ്റെതായ പാഠങ്ങള് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഗുരുവായൂരപ്പ ഒരു വരം അടിയൻ ആവശ്യമുണ്ട്. നാരദ മഹർഷി പറയുകയാണ്. ചോദിച്ചു, എന്താ വരം വേണ്ടത്? അനുജാനീഹി മാം ദേവ ലോകാംസ്തേ യശസാപ്ലുതാൻ വര്യടാമി തവോൽഗായൻ ലീലാം ഭുവന പാവനീം. അവിടുത്തെ കഥകള് ഭുവന പാവനിയായിട്ടുള്ളതാണ്. ലോകത്തെ മുഴുവനും പുണ്യമാക്കി തീർക്കുന്ന അത്ര അധികം മഹത്വമേറിയതാണ് അവിടുത്തെ ലീലകള്. അതുകൊണ്ട് അവിടുത്തെ കഥകള് പാടി നടക്കാനുള്ളതായ ഒരു അനുഗ്രഹം എനിക്ക് പറഞ്ഞു തരണേ. ഇതാണ് നാരദ മഹർഷി ഭഗവത് ഗാർഹസ്ഥ്യത്തെ പരീക്ഷിക്കാൻ പുറപ്പെട്ടിട്ട് അതിൽ അടിമപ്പെട്ട നാരദ മഹർഷി പറയാണ്, ഇതൊക്കെ മായ കൊണ്ടാണ് 36 അവിടുത്തെ കാണാൻ സാധിച്ചത്. അല്ലെങ്കിൽ 16,108 ശ്രീകൃഷ്ണനായിട്ട് 16,108 ഭാര്യമാരുടെ കൂടെ അതിലെല്ലാം 10 ഉണ്ണികളും ഓരോരോ പെൺകുട്ടികളും അവർക്കെല്ലാം 100 കണക്കിന് ദാസികളുമായിട്ടുള്ള വലിയൊരു ഗാർഹസ്ഥ്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഇത്രയും വലിയൊരു ഗൃഹത്തിലും ആർക്കും പരിഭവം തോന്നാത്ത രീതിയിൽ ഗുരുവായൂരപ്പൻ ലീലകൾ ആടി എന്നുണ്ടെങ്കിൽ ആ ഗുരുവായൂരപ്പന്റെ വൈഭവം എത്ര ഉണ്ട്? നാരദ മഹർഷി പറയുന്നു, പിതാമ മനസ്സിലായി ഗുരുവായൂരപ്പ, ഞങ്ങൾക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? യോഗമായാസ്തേ, അവിടുത്തെ മായ കൊണ്ടാണ് ഇത് സാധിച്ചത്. ഓരോരുത്തരെയും മയക്കുകയാണ്. ഭാഗവതത്തില് ഗോപികമാര് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നാം തീയതി ഗോപികമാരവരെല്ലാരും മണ്ണു കൊണ്ടൊരു രൂപം തീർത്തു ദേവിയെ വർത്തി സ്തുതിച്ചീന. എന്താ പ്രാർത്ഥിച്ചേ? നന്ദനന്ദനായ സുന്ദര രൂപൻ കൃഷ്ണൻ ഇന്നു ഞങ്ങൾക്കു ഭർത്താവായിട്ടു വരേണമേ എന്നതിനായിക്കൊണ്ട് ഞങ്ങൾ ഇന്നെല്ലാവരും നിന്നുടെ പാദാംബുജേ വീണിതാ നമിക്കുന്നേ. കാത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ. ആ ഒരു പ്രാർത്ഥനയുടെ പറയാറുണ്ട്. കുഞ്ഞുണ്ണ നമ്പരാൻ ഭദ്രകാളി ദേവിയെ ഉപാസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയണത്, അതെ എൻ്റെ കുട്ടിക്ക് പേരിടണം. ഓ ഇതൊക്കെ ബുദ്ധിമുട്ട കാളി എന്നിട്ടോളാൻ പറഞ്ഞു. അയ്യോ കാളി എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഭദ്രകാളി മുടി പിടിച്ചു കഴിഞ്ഞാൽ
അയ്യോ തമ്പുരാൻ അത്രക്ക് അപ്പുറത്തൊന്നുമല്ല എൻ്റെ കുട്ടി. എന്നാ പിന്നെ ഗൗരി എന്നിട്ടുള്ളൂ. നമ്മുടെയൊക്കെ ഒരു ഗോതമ്പിന്റെ ആ നിറം അതൊക്കെയാണ് ഒരു വെളുത്ത് നല്ല ഭംഗിയുള്ള, അതാണ് ഗൗര നിറം എന്നുള്ളത് പറയുന്നത്. എന്നാ ഗൗരി എന്നിട്ടുള്ളാൻ പറഞ്ഞു. അയ്യോ അത്ര ഇപ്പൊ സായിപ്പ് മദാമ അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗൗര നിറത്തിലുള്ളവരാണ്. അത്രയ്ക്ക് വെളുപ്പില്ല, കറുത്തിട്ടുമല്ല. അപ്പൊ പിന്നെന്താ എന്നാ കാത്യായനി എന്നിട്ടോളാൻ പറഞ്ഞു. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള രൂപം എന്ന് പറഞ്ഞ ഒരു കഥ പറയാറുണ്ട്. ഇപ്പൊ കാത്യായനി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല, അധികം കറുത്തിട്ടുമല്ല അധികം വെളുത്തിട്ടുമില്ല, അങ്ങനെയുള്ളതായ ആ ഭഗവതിയുടെ സ്വരൂപമാണ്. അപ്പൊ അല്ലയോ കാത്യായനി ദേവി, ഞങ്ങളെ അനുഗ്രഹിക്കണേ. നന്ദഗോപസുതം ദേവി പതിമേ കുരുതയ നമ. ഞങ്ങൾക്ക് ഭർത്താവ് എന്താ മേ എന്നാണ് അവിടെ പറയുന്നത് സംസ്കൃതത്തില്. എന്റെ ഭർത്താവായിട്ടു വരേണമേ. മലയാളത്തിലായപ്പോ ഞങ്ങൾക്ക് ഭർത്താവായിട്ട് വരേണമേ എന്ന ഈ മാറ്റം. എന്തായാലും അവരെല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. ഗുരുവായൂരപ്പൻ എല്ലാവരുടെയും ഗൃഹത്തില് അന്ന് ചെന്നു. ഓരോരോ ഗോപികമാരുടെ അടുത്തില്ല. ഗോപികമാർ ചോദിച്ചു, എന്താണ്? അല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ എന്നെ ഭർത്താവായിട്ട്? ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചു തരുമോന്ന് അച്ഛനോട് ചോദിക്കാൻ വേണ്ടി വന്നതാ. പുറത്തേക്ക് പറയാൻ പറ്റില്ല, എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണ്. പിന്നെന്തിനാ പിന്നെ ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്? എന്നെ ഭർത്താവായിട്ട് കിട്ടണമെന്നല്ലേ പ്രാർത്ഥിച്ചത്? അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ വന്നതാണ്. അവര് ഇപ്പൊ കാത്യായനി എന്നുള്ളതായ പ്രാർത്ഥന അതേ ഉണ്ടായുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോ ലേശം കൂടി മാറ്റി. ഇപ്പൊ എന്തായി? കാത്യായനി മഹാമായേ. മഹാമായേ, മായയുടെ സ്വഭാവം എന്താണ്? ഉള്ളത് മാറ്റിയ മറ്റൊന്നും തോന്നിക്കുക. ഇവിടെ ഞങ്ങൾ ഉപാസിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട്? അത് കൃഷ്ണനെ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മറ്റാർക്കും അറിയാത്ത തരത്തിൽ ഞങ്ങളുടെ മനസ്സിന്റെ വികാരങ്ങൾ മറക്കേണ്ടത് അമ്മയുടെ ചുമതലയാണ്. അപ്പൊ അത്തരത്തില് ആ മായയുടെ വൈഭവത്തെ ഈ കഥകളിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് ഇതാ നാരദ മഹർഷിയെ കൊണ്ട് പറയിപ്പിക്കണത്. വിദാമയോഗമായ അവിടുത്തെ മായയെ കുറിച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് അവിടുത്തെ കഥകളും പാടി നടക്കാൻ അടിയനെ അനുഗ്രഹിക്കണേ. പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. വാതാലയേശന്റെ പൊന്നു തിരുമേനി വാദാതീകേ ശാന്തം ചിന്ത ചെയ്ത. പാടും ഞാൻ നാരായണ നാമം, നേടും ഞാൻ നിത്യാനന്ദം. ആ നിത്യാനന്ദത്തെ അനുഭവിക്കാൻ ഭഗവത് കഥകളും പാടി നടക്കുന്നതായ നാരദ മഹർഷിയെ സൂചിപ്പിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് ഭഗവാന്റെ ഒരു ദിവസത്തെ കാര്യമാണ്. ബ്രാഹ്മേ മുഹൂർത്തേ ഉദ്ധായ വായുപസ്പൃശ്യ മാധവ. രാവിലെ നേരത്തെ എണീക്കണം. പറ്റുമോ? നമുക്ക് ഈ കഥ കേൾക്കുമ്പോ എനിക്കിത് പറ്റണം എന്നുള്ളതായ തോന്നലിലേക്കാണ്. ആ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം. അത് കഴിഞ്ഞിട്ട് വാരി ഉപസ്പൃശ്യ പോയി കുളിക്കണം. ആയുർവേദക്കാരൊക്കെ അതിനിടയ്ക്ക് ആദ്യം ബാത്റൂമിൽ പോകണം, പിന്നെ പല്ല് തേക്കണം. നമ്മളൊക്കെ പല്ല് തേച്ച് ബാത്റൂമിൽ പോകുന്ന ഒരു സമ്പ്രദായക്കാരാണ്. എന്തായാലും അതിന്റെ ഒരു ചിട്ടേ ഒരു രണ്ടാമത്തെ അധ്യായം ദിനചര്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞു തരുന്നുണ്ട്. ഒരു ജീവിതത്തില് നമ്മള് സ്വീകരിക്കേണ്ടതായ ചില മാതൃകകളെ കുറിച്ച്. ഇവിടെ അത്തരത്തിലുള്ളതായ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ധാർമ്മികമായ ചര്യ, ഒരു ദിനചര്യ എങ്ങനെ വേണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ദിനചര്യയെ കുറിച്ച് അവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ രാവിലെ ആവുമ്പോ കുക്കുടാൻ കൂജദോഷവൻ. എന്താണ്? കുക്കുടങ്ങള്, കോഴികൾ അവിടെ വന്ന കൃഷ്ണ എണീറ്റോ, കൃഷ്ണ എണീറ്റോ
അപ്പൊ കൃഷ്ണൻ പുറപ്പെട്ടു, കൃഷ്ണൻ എണീറ്റു, കൃഷ്ണൻ എണീറ്റു, കൃഷ്ണൻ എണീറ്റു എന്നെല്ലാം പറയുന്ന ആ വണ്ടുകളുടെ കിളികളുടെ എല്ലാം ശബ്ദം അതാ ഇവിടെ കാണിച്ചു തരണു. അത് കഴിഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ അതാ ആ ദിനചര്യയുടെ കർമ്മൊക്കെ കഴിഞ്ഞ സുധർമ്മ എന്ന് പേരായിട്ടുള്ള സദസ്സിലേക്ക് ചെല്ലുന്നു. അവിടെ ആരെങ്കിലും ദുഃഖങ്ങള് ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ ചോദിക്കും. ആരും സ്വതവേ ഉണ്ടാവാറില്ല. കാരണം ആ സുധർമ്മ എന്നുള്ളതായ സഭ അവിടെ എന്തെന്നില്ലാത്തതായ ശാന്തിയാണ് കാണുന്നത്. ഇന്നിപ്പോ നമ്മുടെയും രാജ്യസഭയും ലോകസഭയൊക്കെ ടി.വിയിൽ കാണാറുണ്ട്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതായ ശണ്ഠകളാണ് നമുക്ക് കാണാറ്. ഗുരുവായൂരപ്പന്റെ രാജ്യസഭ നോക്കുമ്പോ അവിടെ ചില വിദൂഷകന്മാരൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞാലും അതിനെല്ലാം തമാശയുടെ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആളുകൾ. അതേപോലെ ഇന്ന് നമ്മുടെ സഭയിലുള്ളത് പോലെ കലാകാരന്മാരുണ്ട്, പാട്ടുകാരുണ്ട്. ഈ പാട്ട് കേൾക്കല, നൃത്തം ചെയ്യല, ഇതെല്ലാം ഒരു സഭയ്ക്ക് അത്യാവശ്യമാണ് എന്ന് കാണിച്ചു തരുന്ന രാജ്യനീതിയുടെ ഒരു ചിത്രമാണ് ഈ 70ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. എന്താണ് ഒരു രാജസഭ എന്നുള്ളത്? അവിടെ തമാശ പറയാനുള്ള ഇടമല്ല എന്നില്ല, തമാശയും വേണം. ഗൗരവമായ കാര്യങ്ങൾ അതിനനുസരിച്ച് വേണം. മനസ്സിന് ശാന്തി ഉണ്ടാവാനുള്ള ഉപായങ്ങളെല്ലാം തന്നെ അവിടെയുണ്ട്. ആ സഭയിലേക്കാണ് അന്ന് ഒരു ദൂതൻ എത്തിച്ചേരുന്നത്. ദൂതനോട് ചോദിച്ചു, ആരാ നീയ? അപ്പൊ ദൂതൻ പറഞ്ഞു, എന്താണ്? ഞാൻ ജരാസന്ധന്റെ തടവറയിൽ അടയ്ക്കപ്പെട്ടതായ രാജാക്കന്മാരുടെ ദൂതനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കാൻ അവിടുന്ന് ശ്രമിക്കണേ എന്ന് പ്രാർത്ഥനയോടുകൂടിയിട്ട് ഒരു രാജദൂതൻ അവിടെ എത്തിച്ചേരുന്നു. ഗുരുവായൂരപ്പനോട് പറയുകയാണ്, കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ പ്രപന്ന ഭയഭഞ്ജന വയം ത്വാം ശരണം യാമ ഭവഭീത പ്രദഗ്ധിയ. ഞങ്ങള് ഒരു 10,000-16,000 രാജാക്കന്മാരെ അവിടെ ജരാസന്ധൻ തടവറയിൽ പിടിച്ച് അടച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും തടവറയിൽ കിടക്കുന്ന ആൾക്കാര്, തടവുകാര് എന്നുള്ള രീതിയിൽ ഒന്നാണ് എന്നുണ്ടെങ്കിലും അവരുടെ മനോവികാരങ്ങളും ബുദ്ധിയുടെ വികാരങ്ങളും വേറെ വേറെയാണ്. ഒരാൾ ചിന്തിക്കുന്നത് പോലെ മറ്റൊരാൾ ചിന്തിക്കില്ല. നമുക്കറിയാലോ അല്ലെ? രണ്ടുപേര് കൂടി ചേർന്നാൽ അവിടെ രണ്ട് അഭിപ്രായമുണ്ട്. അതേപോലെ അത് തന്നെയാണ് ഇവിടെയും ഈ രാജാക്കന്മാരെ ചൂണ്ടിക്കാണിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ? എന്താ ഇവിടെ ഇങ്ങനെ ഇങ്ങനാവായിരുന്ന കുറച്ചും കൂടി നന്നായേനെ ഇതാണ് നമ്മൾ പറയുക അല്ലെ? പണ്ട് നമ്പൂരി പറഞ്ഞത് പോലെ ഈ കിണ്ടിക്ക് എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ പറ്റുമോ പോയി ചോദിച്ചപ്പോഴാ പറഞ്ഞേ, ഈ കിഴക്കോട്ടുള്ള മുരല വേറെ ഒന്നും കാണാൻ പറ്റിയില്ല, പടിഞ്ഞാട്ടായിരുന്നു ഈ കിണ്ടി നന്നായേനെ. എന്താ തിരിച്ചു വെച്ചാൽ അത്രേ ഉള്ളൂ. അപ്പൊ എന്തിനൊരു കുറ്റം പറയുക എന്നുള്ളതാണ്, അത് ലോകത്തിന്റെ സ്വഭാവമാണ്. അതന്നെയാണ് ഇവിടെ പറയുന്നത്. ലോകോ വികർമ്മ നിരത കുശലേ പ്രമത്ത. കർമ്മം, അകർമ്മം, വികർമ്മം എന്നിങ്ങനെ 3 തരത്തില് നമ്മുടെ ചെയ്യേണ്ട പ്രവൃത്തികളെ കുറിച്ച് അല്ലെങ്കിൽ ചെയ്യരുതാത്ത പ്രവൃത്തികളെ കുറിച്ചുള്ള നിർദ്ദേശം പറയുന്നുണ്ട്. ചെയ്യാനുള്ളത് എന്താണ്? അതിനെന്താ പറയുക? കർമ്മന്നോ അകർമ്മന്നോ വികർമ്മന്നോ? ചെയ്യാനുള്ളത് കർമ്മം. ചെയ്യരുത് എന്ന് പറയുന്നത് വികർമ്മം. ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യാനിരിക്കല അകർമ്മം. രാവിലെ നേരത്തെ എണീക്കണം കേട്ടോ. ഇതേതായി? അകർമ്മമാണ്. ചെയ്യാൻ പറഞ്ഞത് ചെയ്യാം, അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അകർമ്മം. അപ്പൊ ഇവിടെ പറഞ്ഞു തരികയാണ്, ലോകോ വികർമ്മ നിരത. ചെയ്യരുതാത്തത് മുഴുവനും ചെയ്തു വച്ചിട്ട് ചെയ്യരുത് എന്ന് പറയുന്നതാണ് വികർമ്മം എന്നുള്ളത്.
ആ ചെയ്യരുത് എന്ന് പറഞ്ഞതായ കർമ്മങ്ങൾ ചെയ്ത കുശലേ പ്രമത്ത കിട്ടിയതായ അതിന്റെ അനുഭവങ്ങള്, അത് ഗുണായിക്കോട്ടെ ദോഷായിക്കോട്ടെ, അത് സുഖമാണ് എന്ന് വച്ച് അതിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്നതായ ഞങ്ങള് ഗുരുവായൂരപ്പ അവിടുത്തെ കാണാൻ കണ്ണില്ലാത്തതായ മന്ദഭാഗ്യന്മാരായി തീരുന്നു. ഞങ്ങളെ ഇതാ കണ്ണ് കാണാതെ കണ്ട പരസ്പരം പോരടിച്ച് നടന്നിരുന്നവരായ ഞങ്ങളെ ഇതാ ജരാസന്ധൻ പിടിച്ച തടവറകൾ അടച്ചപ്പോ ഞങ്ങളുടെ ജീവിതത്തിന്റെ ആശകൾ മുഴുവനും ഇതാ നഷ്ടപ്പെട്ടു. ബലവാനിക ജീവിതാശാം സദ്യച്ചിനത്തി. ആ ജരാസന്ധന്റെ തടവറയിൽ കിടന്ന ഇനി ഒന്നും ഇനി മേൽപ്പെട്ടേക്ക് ഇല്ല എന്നുള്ള ഭാവത്തിൽ കരയുന്നതായ രാജാക്കന്മാരുടെ ദൈന്യ അവസ്ഥയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ദൂതൻ ഇവിടെ വന്ന് കാര്യങ്ങള് ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സുധർമ്മ എന്ന സഭയിൽ വച്ച് പ്രതിപാദിച്ചത്. ഈ ദൂതന് മറുപടി പറയാൻ വേണ്ടിയിട്ട് എന്താണ്, ഈ തടവറയിൽ കിടക്കണ രാജാക്കന്മാര് തങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അവരെ രക്ഷിക്കേണ്ട ഒരു ചുമതല ക്ഷത്രിയന്മാരുടെ ധർമ്മമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പറയാൻ വേണ്ടി പുറപ്പെട്ട സമയത്താണ് നാരദ മഹർഷി അവിടെ ഭഗവാന്റെ ആ മഹത്വം എല്ലാം മനസ്സിലാക്കി ഇത് മുഴുവനും യുധിഷ്ഠിരനെ അറിയിച്ച യുധിഷ്ഠിരന്റെ നിർദ്ദേശപ്രകാരം ഈ സുധർമ്മ സഭയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നാരദ മഹർഷിയെ പൂജിച്ചിരുത്തിയിട്ട് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ ആഗമന ഉദ്ദേശം? നാരദൻ പറഞ്ഞു, ദൃഷ്ടാമയാ തേ ബഹുശോ ദുരത്യയാമായ വിഭോ വിശ്വസൃജശ്ചമായിന ഭൂതേഷു ഭൂമൻ ചരതസ്വശക്തിഃ വന്യേരിവച്ഛന്നരുചോ നമേദ്ഭുതം. ഇതുമായിട്ടെല്ലാം ബന്ധപ്പെടാതെ കണ്ട് ജീവിക്കാൻ എങ്ങനെ സാധിക്കുന്നു? കുടുംബത്തിലെ കലഹങ്ങളൊക്കെ ഉണ്ടാവും, ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാണ്? അപ്പുറത്തുനിന്ന് ഒരു ഭാര്യ ഭർത്താവ് ഭയങ്കര ശുദ്ധിക്കാരനാണ്. ഭാര്യ പറഞ്ഞാൽ കൂട്ടാക്കാഞ്ഞാൽ ഭർത്താവ് എന്താ ചെയ്യാ? കുട്ടികളുടെ കുറെ കളിപ്പാട്ടുണ്ടാവും, ഇത് മുഴുവൻ എടുത്തേക്ക് അപ്പുറത്തേക്ക് എറിയും. അത് കഴിഞ്ഞാൽ അപ്പുറത്ത് ചെന്നിട്ട് അത് മുഴുവൻ ഇങ്ങോട്ട് എറിയും. ഈ സമയത്ത് ഈ അമ്മ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും, ഒന്നും പറയില്ല. എന്തെങ്കിലും പറഞ്ഞാലോ അവിടെ ഇടി കൂടും. ഒന്നുമില്ലെങ്കിലോ ഇത് പറയാറുള്ളതാ. ഇന്ദിരാഗാന്ധി തന്റെ മന്ത്രിമാരൊക്കെ ശുണ്ഠി എടുത്തു വരുമ്പോ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ഒരു കഴിവ് എന്ന് പറയുന്നത് ഈ പുഞ്ചിരിയാണ്. ചിരിക്കാൻ നമ്മുടെ ചിരിയൊന്നുമല്ല, അപ്പൊ ഇടിയുന്നോ എന്തൊക്കെയാണോ പറയുന്നത് അല്ലെ? ഹാസം എന്നുള്ളത് എന്താ? ഉപഹാസം, പരിഹാസം, അട്ടഹാസം തുടങ്ങിയിട്ട് ചിരിക്ക 8 മാതൃകകൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ചിരിക്കാൻ നമുക്കറിയില്ല, ബാക്കിയൊക്കെ പറ്റും. അട്ടഹസിക്കാൻ നമുക്ക് പറ്റും, പരിഹസിക്കാൻ നമുക്ക് പറ്റും, ചിരിക്കാൻ മാത്രം അറിയില്ല. അപ്പോ ചിരിക്കുകയാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നാരദ മഹർഷി ഇവിടെ പറഞ്ഞു, അവിടത്തെ പൂജിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി സാക്ഷാൽ രാജാവ് ചക്രവർത്തിയായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് നിർദ്ദേശിച്ചതനുസരിച്ച് ഇവിടത്തെ ആമന്ത്രണം ചെയ്യാൻ, അവിടുത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടാണ്, ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ശ്രവണാൽ, കീർത്തനാൽ, ധ്യാനാൽ പൂയന്തേ അന്തേവസായിന തവ ബ്രഹ്മമയസ്യേശ കിമുത അധോക്ഷജാഭിമർശന. ഗുരുവായൂരപ്പ ഒന്ന് കണ്ടാൽ, ഒന്ന് കീർത്തിച്ചാൽ, ഒന്ന് സങ്കല്പിച്ചാൽ എല്ലാ തരത്തിലുള്ള പാപങ്ങളും ഇല്ലാതെ കണ്ടാവും എന്നുള്ള ആ ഗുരുവായൂരപ്പന്റെ മഹത്വം ലോകത്തിൽ കാണിച്ചു കൊടുക്കാൻ വിശിഷ്ടമായ ഒരു യാഗം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജസൂയ യാഗം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.
അപ്പൊ അതുകൊണ്ട് ഇവിടത്തെ വേണ്ട രീതിയിൽ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നാരദനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇതാ സദസ്സില് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒരു ആൾക്കാരെന്താ പറഞ്ഞിരിക്കണത്? ഒരു ദൂതൻ വന്നിട്ട് എന്താ പറഞ്ഞേ? ജരാസന്ധന്റെ തടവറയിൽ കിടക്കുന്ന ഞങ്ങളെ രക്ഷിക്കണേ ഗുരുവായൂരപ്പ എന്ന പ്രാർത്ഥന. മറ്റൊരു ദിക്കില് തന്റെ ഏകനായിട്ടുള്ള യുധിഷ്ഠിരൻ രാജസൂയത്തിനായി ക്ഷണിക്കാൻ നാരദ മഹർഷിയെ പറഞ്ഞ് വിട്ടിരിക്കണം. ഇതിൽ രണ്ട് എന്ത് ചെയ്യണം? രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നു. എന്ത് ചെയ്യണം? അപ്പോ ചെറുപ്പക്കാര് പറഞ്ഞു, യാഗൊക്കെ പിന്നെയാവാം. തന്നെ ആശ്രയിച്ചവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഏതാ ധർമ്മം. അതുകൊണ്ട് ജരാസന്ധനെ കൊല്ലാൻ പോവുകയാണ് വേണ്ടത്. അപ്പോ കുറച്ച് ഭാഗം ചെന്ന ആൾക്കാർ പറഞ്ഞു, അതല്ല, ബന്ധുക്കളാണ് എന്നും എപ്പോഴും ഒപ്പുണ്ടാവുള്ളൂ. അപ്പൊ ഒരു ബന്ധുവായിട്ടുള്ള യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ യജ്ഞത്തിന് ക്ഷണിച്ചാൽ അവിടേക്ക് പോവുകയാണ് വേണ്ടത്, മറ്റത് പിന്നെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാം. അപ്പൊ എന്ത് സ്വീകരിക്കും നമ്മൾ? ആരോട് ചോദിക്കും? ഇതാണ് രാജധർമ്മത്തെ കുറിച്ച് ഇവിടെ വിസ്തരിച്ച് വർണ്ണിക്കുന്നത്. ഈ കഥകളിലെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട നിരവധി കാര്യങ്ങൾ ഇതേപോലെയുള്ള സന്ദർഭങ്ങളിലൂടെ സൂചിപ്പിച്ചു തരുന്നു. രാമായണത്തിൽ ഇതേപോലൊരു സന്ദർഭമുണ്ട്. യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഒരു ദിവസം ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുമ്പില് വിഭീഷണൻ പ്രാർത്ഥനയോടുകൂടിയിട്ട് ഏട്ടനെ ഉപേക്ഷിച്ചെത്തുകയാണ്. വിഭീഷണൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ ആശ്രയിച്ചിരിക്കണു, എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. അവിടെയുള്ള മഹാരഥന്മാരോട് ശ്രീരാമചന്ദ്രസ്വാമി ചോദിച്ചു, എങ്ങനെയാ വേണ്ടേ? ഈ വിഭീഷണനെ സ്വീകരിക്കണം. അവനാ രാവണ അനിയനാ, കൂട്ടുകൂടരുത്. ആരും അവിടെ വിഭീഷണനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ല. പക്ഷേ ശ്രീരാമചന്ദ്രസ്വാമി തന്റെ മനസ്സ് വായിക്കാൻ കഴിവുള്ള ഹനുമാനോട് ചോദിച്ചു, ഹനുമാൻ എന്താ വേണ്ടേ? സംശയം എന്താ? സ്വീകരിക്കണം. ഇവിടെ ഇത്രയും ആൾക്കാർ വിപരീതമായി പറഞ്ഞിട്ടും ഹനുമാൻ അവിടെ ആ ധർമ്മത്തെ വ്യക്തമാക്കി കൊടുത്തു. കാരണം ഞാൻ ഇവിടത്തെയാണ് എന്ന് പറഞ്ഞ് ആശ്രയിച്ച ഒരാളെ ഉപേക്ഷിക്കുക അങ്ങയുടെ ധർമ്മമല്ല. സകൃദേവ പ്രസന്ന പ്രപന്നായ തവാസ്മീതി ച കഥ്യതേ, ഞാൻ അങ്ങയുടെ ആണട്ടോ എന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ അവരെ രക്ഷിക്കേണ്ടത് അങ്ങയുടെ ധർമ്മമാണ്. അത് രാവണന്റെ അനിയനായാലും മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാനെ കൊണ്ട് അവിടെ രാജധർമ്മത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് രാമായണത്തില്. ഇതേപോലെ ഇവിടെയും രണ്ട് അവസ്ഥകൾ ഏതാ സ്വീകരിക്കേണ്ടത്? രണ്ട് കാര്യങ്ങളാണുള്ളത്. ഇതിൽ ഏതാണ് പ്രഥമം പരിഗണിക്കേണ്ടതായിട്ടുള്ളത്? ജരാസന്ധനെ കൊല്ലലാണോ അതോ യുധിഷ്ഠിരന്റെ രാജസൂയത്തിൽ പോകേണ്ടതാണോ? നിങ്ങളാണ് എന്താ ചെയ്യുക? അറിയൂ, രാജസൂയത്തിൽ എവിടെയാണോ പോകുന്നുള്ളത് അല്ലേ? മറ്റൊരു യുദ്ധാണ്. പക്ഷേ ക്ഷാത്രധർമ്മം തിളക്കണ കുട്ടിയോട് പറഞ്ഞു, യുദ്ധത്തിന് ഞാൻ പോകേണ്ടത്. കാരണം ഒരു ആപത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ക്ഷത്രായത്തെ ക്ഷത്രിയ. എല്ലാവരും ഇങ്ങനെ ഓരോരോ അഭിപ്രായവും പറഞ്ഞപ്പോ ഭഗവാൻ അവിടെ കാണിച്ചു തരികയാണ്. ഈ സഭയില് ഏറ്റവും കർമ്മകുശലനായിരിക്കുന്ന വ്യക്തി ആരാണ്? ഉദ്ധവോ ബുദ്ധിസത്തമ. ബുദ്ധിസത്തമനാണ് ഉദ്ധവൻ. അതുകൊണ്ട് ഉദ്ധവനോട് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത് ഉദ്ധവ? ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജരാസന്ധനെ കൊല്ലുക, രാജാക്കന്മാരെ മോചിപ്പിക്കുക. മറ്റൊന്ന്, യുധിഷ്ഠിരന്റെ രാജസൂയത്തിലേക്ക് പോവുക. ഇത് ഏതാണ് വരിഷ്ഠമായിട്ടുള്ളത്, ശ്രേഷ്ഠമായിട്ടുള്ളത്? ഇതാണ് ചോദ്യം. പണ്ട് ഒരു ചേനാത്തമ്മ പറയും, തടി മഹാദേവനെ ദിവസം തൊഴണ അമ്മയാണ്. ഈ അമ്മ ഒരു ദിവസം
അവിടെ തൊഴുത് പിടിച്ചിരുന്നപ്പോ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. വരം തരണേ, വരം തരണേ, വരം തരണേ, വരം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ചേന്നാത്തമ്മയുടെ മുമ്പില് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ വെച്ചാ വരം ചോദിച്ചോളാം. ചേന്നാത്തമ്മ പറഞ്ഞു, മഹാദേവ എന്ത് വരം ചോദിച്ചു കൊടുത്താരാ, എനിക്ക് പാട്ട് പാടി തിരുവാതിര കളിക്കാൻ സാധിക്കും, തിരുവാതിര പാടി കളിക്കാൻ സാധിക്കും. ഇത്ര മോശമായിട്ടുള്ള കാര്യം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യൻ. അല്ലേ, ഇത്രയും എല്ലാം കൊടുക്കാൻ വന്ന മഹാദേവനോട് എന്താ പ്രാർത്ഥിച്ചേ? തിരുവാതിര കളിക്കണമെന്ന്. നമുക്കാ ചിരി വന്നുള്ളൂ. മഹാദേവൻ വിചാരിച്ചു, എന്റെ ചേന്നാത്തമ്മേ അവാർഡ് ഇവിടത്തേക്ക് ഞാൻ തരേണ്ടത്. കാരണം എന്താ, തിരുവാതിര കളിക്കണ വെച്ചാൽ എന്ത് വേണം? നെടുമംഗല്യം വേണം, അല്ലെ, ഭർത്താവ് ഉണ്ടാവണം. അപ്പോ അതേപോലെ ആരോഗ്യം ഉണ്ടെങ്കിലേ പാടി കളിക്കാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റില്ല. അപ്പോ കുടുംബത്തോടു കൂടി ആരോഗ്യത്തോടു കൂടി സമ്പത്തോടു കൂടിയിട്ട് ജീവിച്ചിരിക്കാൻ ഒരു വരം കൊണ്ട് ഈ അമ്മ മേടിച്ചതുപോലെ ഇതില് ലളിതമായ ഉപായം എന്താ വേണ്ടത്? ഉദ്ധവൻ പറഞ്ഞു, ഇതാണ് ഈ പണ്ടുള്ള അറിവുള്ളവരുടെ ആ ഒരു രീതി എന്ന് പറയുന്നത്. ഉദ്ധവൻ പറഞ്ഞു, രാജസൂയത്തിനാണ് പോകേണ്ടത്. രാജസൂയത്തിലെ ആദ്യത്തെ കർമ്മമാണ് ലോകജയം എന്നുള്ളത്. ജരാസന്ധൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യുധിഷ്ഠിരന് രാജസൂയ യാഗം ചെയ്യാൻ പറ്റില്ല. കാരണം ലോകത്തെ ജയിച്ചവര് ചെയ്യേണ്ട യാഗമാണ് രാജസൂയം എന്നുള്ളത്. ഇപ്പുറത്തെ ജരാസന്ധൻ അജയ്യനായി നിൽക്കുമ്പോ അവിടെ ഒരിക്കലും രാജസൂയ യാഗം നടത്തില്ല. അതുകൊണ്ട് ഇവിടേക്ക് പോവുക. അങ്ങനെ ആ മഹാരാജാവിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇവിടുന്നും ഭീമസേനനും അർജുനനും ബ്രഹ്മവേഷധാരികളായിട്ട് ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ചിട്ട് ജരാസന്ധന്റെ അടുക്കൽ പോയി യുദ്ധം അഭ്യർത്ഥിക്കുക. ആ യുദ്ധത്തില് ഭീമനെ കൊണ്ട് ഇവിടത്തേക്ക് കൊല്ലാൻ പറ്റില്ല. കാരണം ജരാസന്ധനെ കൊല്ലണം എന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഇവിടത്തേക്ക് പറ്റിയനെ. പക്ഷെ ജരാസന്ധനെ കൊല്ലാൻ ഇവിടത്തേക്ക് പറ്റില്ല. അതുകൊണ്ട് ഭീമസേനനെ കൊണ്ട് ജരാസന്ധനെ കൊല്ലിച്ച് തടവറയിലുള്ളതായ രാജാക്കന്മാരെ മോചിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ആദ്യം പ്രിഫറൻസ് ബന്ധുക്കൾക്ക് തന്നെ കൊടുത്തോളൂ. ഇതാണ് ആ ഉദ്ധവന്റെ നിർദ്ദേശം ഉണ്ടായത്. അത് കേട്ടതോടുകൂടി ഇതാ വളരെയധികം സന്തോഷത്തോടുകൂടി രാജൻ ജരാസന്ധവധ കൃഷ്ണ ഭൂര്യർത്ഥായോപകൽപതേ പ്രായപാക വിഭാഗേന തപസ അഭിമതക്രതു. യുധിഷ്ഠിരനെ കൊണ്ട് ഈ യാഗം ചെയ്യിക്കണം എന്നുള്ളത് ഇവിടുത്തെ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് ജരാസന്ധ വധത്തിന് വേണ്ടിയിട്ട് ആദ്യം രാജസൂയത്തിനായിട്ട് പുറപ്പെടൂ എന്നുള്ളതായ ഉദ്ധവന്റെ നിർദ്ദേശം അനുസരിച്ച് ഭഗവാൻ ഇവിടെ നിന്ന് ദ്വാരകയിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്ക് യാത്ര ആരംഭിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, ഭഗവാന് എത്ര ഭാര്യമാരാ? 16,008 എന്നും 16,108 എന്നൊക്കെ പറയുന്നുണ്ട്. അതില് ഓരോരോ പെൺകുട്ടിയോള്, അതില് 10 പുണ്യോള്. ഇതിൽ ഒരാൾക്ക് 100 ദാസിമാര് വച്ചിട്ട് അപ്പൊ ദാസിമാരുണ്ടെങ്കിൽ ദാസന്മാരും ഉണ്ടാവൂലോ. ഇപ്പൊ 50 ആണെങ്കിൽ വെച്ചിട്ട് കണക്കാക്കാം. അപ്പൊ അപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, തിസ്രകോട്യ സഹസ്രാണാം അഷ്ടാശീതി ശതാനിച ആസൻ യദുകുല ആചാര്യ കുമാരാണ. 90-ാമത്തെ അധ്യായത്തില് 3,88,000 ചില്ലാനും അധ്യാപകര് ആയിരുന്നു അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഒരു അധ്യാപകന് 30 കുട്ടികളെ എന്നുള്ള കണക്കില് എത്ര ഉണ്ടാവും അവിടുത്തെ കുട്ടികള്? അപ്പൊ അങ്ങനെ വലിയൊരു കുടുംബമാണ്. എന്തായാലും ഇവരെല്ലാവരും കൂടിയിട്ട് യുധിഷ്ഠിരന്റെ രാജസൂയ യാഗത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. അപ്പോ ഭക്തിമാര് ചോദിക്കുന്നു, ഞങ്ങളും പിന്നെന്താ
ഒറ്റയ്ക്കല്ല, നിങ്ങളും വരണം, കുട്ടിയോടെയും കൂട്ടണം, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അവിടെ യാഗം സമ്പന്നാക്കാം എന്ന് പറഞ്ഞാൽ ഭഗവാനും ഭാര്യമാരും കുട്ടിയോടും എല്ലാ ദാസിമാരും കൂടിയിട്ടുള്ളതായ ഒരു രാജഘോഷയാത്ര അതിനെക്കുറിച്ച് ഇവിടെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. സമുദ്രം തിരയടിച്ചു വരണത് പോലെ എന്നൊക്കെയാണ് ഇവിടെ എടുത്ത് പറയുന്നത്. എന്തായാലും ഒരറ്റം ഡൽഹിയിലെത്തിയിട്ട് മറ്റേ അറ്റം ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുക എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്തായാലും ഇവിടെ ഭഗവാൻ എത്തിച്ചേർന്നപ്പോ വളരെയധികം സന്തോഷത്തോടുകൂടി ഭഗവാനെ വീണ് നമസ്കരിച്ചുകൊണ്ട് വളരെയധികം ബഹുമാനത്തോടുകൂടി യുധിഷ്ഠിര മഹാരാജാവ് കൃഷ്ണനെയും അദ്ദേഹത്തിന്റെ ആ കുടുംബത്തെയും സ്വീകരിക്കും. അപ്പോ യുധിഷ്ഠിരന്റെ ആ പൂജയെല്ലാം സ്വീകരിച്ചു. ഏട്ടനെ അങ്ങോട്ടും വീണ് നമസ്കരിച്ചു. യുധിഷ്ഠിരൻ വയസ്സുകൊണ്ട് മൂത്തതാണ്, അതുകൊണ്ട് ഏട്ടനെ വീണ് നമസ്കരിച്ചു. അങ്ങനെ അന്നവിടെ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം അവിടെ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം അവിടെ കഴിച്ചു കൂട്ടി. ഒരു സപ്താഹം വേണമെച്ചാൽ പറയാം. കാരണം ഭഗവാൻ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തെന്നില്ലാത്ത ആനന്ദത്തിൽ മുഴുകിയിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഇങ്ങനെ സഭയിലിരുന്ന് കൃഷ്ണമാഹാത്മ്യം ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കുറെ ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് ഇങ്ങനെയായാൽ രാജസൂയയാഗം ഉണ്ടാവില്ല, അതേപോലെ ജരാസന്ധനെ കൊല്ലലും ഉണ്ടാവില്ല, രാജാക്കന്മാരെ മോചിപ്പിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കല് ഇതാ യുധിഷ്ഠിരന്റെ സഭയിൽ വെച്ച ഭഗവാൻ തന്നെ ചോദിച്ചു, എന്താ ഇവിടുത്തെ ഉദ്ദേശം? യുധിഷ്ഠിരനോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് എന്നെ ഇപ്പോ കേമായിട്ട് വിളിച്ചു വരുത്തിയത്? യുധിഷ്ഠിരൻ പറഞ്ഞു, ക്രതുരാജേന ഗോവിന്ദ രാജസൂയേന പാവനി യക്ഷ്യേ വിഭൂതിർഭവത തൽ സമ്പാദയന പ്രഭോ. രാജസൂയം എന്ന വിശിഷ്ടമായ യാഗത്തിലൂടെ അവിടുത്തെയുടെ മഹനീയമായ കീർത്തി ലോകത്തില് പരത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് അതിനുള്ളതായ ഒരു സൗഭാഗ്യം അടിയന് പകർന്നു തന്നാലും. ഭഗവാൻ ചോദിച്ചു, എന്തിനാ രാജസൂയ യാഗം നടത്തണത്? രോഗം ജയിച്ച ആളാണ് രാജസൂയ യാഗം നടത്തണം. രുടെ അവസ്ഥയൊക്കെ ഭഗവാന്റെ സങ്കല്പത്തിന്റെ അപ്പുറത്താണ്. യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് ഒരാള് തന്റെ കയ്യിലുള്ളതായ വില്ലും അമ്പൊക്കെ വലിച്ചെറിഞ്ഞ ഞാനേ തെണ്ടാൻ പോവുക കൃഷ്ണ, ഇതിനും വേണ്ടാതാ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിരിക്കുന്നതായ ഒരാള്, അയാളുടെ ഏട്ടനപ്പോ ഇവിടെ. അപ്പോ ഇതേപോലെ ഈ യാഗത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല. എങ്ങനെയില്ല, ഈ രാജ്യത്തെ ജയിക്കാൻ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇവിടുത്തെ എനിക്ക് പൂജിക്കണം. അപ്പൊ എന്തിനാ ഏട്ടാ ഈ രാജസൂയ യാഗം ചെയ്യുന്നത്? ചക്രവർത്തി ആവാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞു, അല്ലല്ല. പിന്നെയോ, തദ്ദേവദേവ ഭവദസ്താരവിന്ദ സേവാനുഭാവം ഗുരുവായൂരത്ത് അവിടുത്തെയുടെ പാതാരവിന്ദത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ഭക്തന്മാർക്കുള്ള ഒരു ആനന്ദമുണ്ട്. അവിരതം പരിയേചരന്തി. അവിടുത്തെയുടെ പാതാരവിന്ദത്തിൽ പറ്റിച്ചേർന്ന് കിടന്ന ഈ ശിരസ് ഭഗവത് പാതാരവിന്ദത്തിൽ അർപ്പിച്ച പാടും ഞാൻ പാടും ഞാൻ നേടും ഞാൻ നേടും ഞാൻ നിത്യാനന്ദം. വാതാലയേശന്റെ പൊന്നു തിരുമേനി പാതാദികേശാന്തം ചിന്ത ചെയ്ത പാടും ഞാൻ ത്വൽപാദുകേ അവിരതം. കുറച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ കുറെ ആയില്ലോ നിർത്തുകയില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഒരു വിരതി, വൈരാഗ്യം, താല്പര്യക്കുറവൊക്കെ വരും. പക്ഷെ അവിരതം, ഈ ഒരു താല്പര്യക്കുറവ് ഇല്ലാതെ കണ്ട, എത്ര കിട്ടിയാലും അതിവരാതെ കണ്ട, അധരം മധുരം
വദനം മധുരം ലപനം മധുരം മധുരാധിപതേഹേ അഖിലം മധുരം. കൽക്കണ്ടം ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് പോലെ ആ ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവര് മതിയായി എന്ന് ഒരിക്കലും പറയാറില്ല. അവിരതം ചരന്തി. ഒരു വണ്ടിൽ നിന്ന് ഒരു പൂവിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ പറന്ന് വന്നു. ആ പൂവിലെ തേൻ കുടിച്ചു, വീണ്ടും പറന്ന് പോകുമ്പോ എന്തായി? വണ്ടേ മതിയായോ എന്നൊരു ചോദ്യമുണ്ട്. വണ്ടെന്താ പറയാ? മതിയായിട്ടില്ല. ഇതേപോലെ ജീവിതത്തിൽ കുറച്ച് സാധനങ്ങളുണ്ട്, എത്ര കൊടുത്താലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത സാധനങ്ങൾ. എന്തെങ്കിലും ഒരു ഉദാഹരണം പറയൂ. എത്ര കൊടുത്താലും തൃപ്തിയാവാതെ കണ്ടിരിക്കുന്നത്. ഒന്ന് വയറ്. ഭക്ഷണം കഴിച്ചു, തൃപ്തിയായി എന്ന് എപ്പോഴെങ്കിലും ഇതൊക്കെ ഊണ് കഴിഞ്ഞപ്പോഴാണ് ചാക്യാര് പറഞ്ഞതുപോലെ പായസം അല്ലേ? പണ്ട് കുമാരനാശാൻ പറഞ്ഞില്ലേ, എന്താണ്, എത്ര തിരക്കേറിയ വീതിയിലും ഒരു മതയാന വന്നു കഴിഞ്ഞാൽ അവിടെ വഴി ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ പായസം വരുമ്പോ അവിടെ വഴി തന്നെത്താനെ ഉണ്ടായിക്കോളും. ഇതേപോലെ വയറിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പറ്റുമോ? ഇല്ല. ഇനി വരണം, ഒരാൾ വീട് വെച്ചു എന്ന് വെച്ചാൽ വീട് അവനവന്റെ സങ്കല്പത്തിനനുസരിച്ച് ഒരു വീട് വെക്കാൻ ഒരാൾക്ക് പറ്റും. വച്ചേണ്ട ഒന്നുകൂടി പെയിന്റ് അടിക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു 2 ഇഷ്ടിക വെക്കായിരുന്നു, അല്ലേ? വീട് പണി തൃപ്തിയോട് കൂടിയിട്ട് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല. ഒരു രാജാവിന് ജനങ്ങളെ രഞ്ജിപ്പിച്ചിട്ട് മതി, അല്ലെങ്കിൽ കരം പിരിച്ചിട്ട് മതിയാവില്ല. എങ്ങനെയെങ്കിലും വേറൊരു എന്തെങ്കിലും ചേർക്കാനുള്ള വഴി നോക്കി നടക്കും, ഇല്ലേ? മറ്റേ സെസ്സെന്നോ മറ്റേ സെസ്സെന്നോ ഇതൊക്കെ പറഞ്ഞാൽ എത്രയോ പിരിക്കട്ടെ, മതിയാവണില്ല. രാജാവിന്റെ സ്വഭാവം. ഇങ്ങനെ എത്രയായാലും തൃപ്തിയാവാത്ത അനവധി വിഷയങ്ങളുണ്ട്. ഇതേപോലെ ഒന്നാണ് മനോനതൃപ്യത്യഭിശൃണ്വതാംന സുശ്ലോകമൗലേ ചരിതാമൃതാനി. ഭഗവത് കഥകൾ എത്ര കേട്ടാലും മതിവരാത്തതായ ആ കഥകള് പാടും ഞാൻ നാരായണ നാമം. ഇതിലിപ്പോ എത്ര പേര് നാമം ജപിച്ചു, എത്ര പേര് ജപിച്ചില്ല? നമ്മൾ ജപിച്ചില്ലേ? എത്ര പേര് ജപിച്ചു, എത്ര പേര് ജപിച്ചില്ല? പാടും ഞാൻ നേടും ഞാൻ നിത്യാനന്ദം. എത്ര പേര് ഉറക്ക ജപിച്ചു, എത്ര പേര് പതുക്കെ ജപിച്ചു? ഈ വേദങ്ങള് എപ്പോഴും നമ്മുടെ മനസ്സുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിനൊരു പ്രതിനിധിയായിട്ടാണ് യുധിഷ്ഠിരൻ അവിടെ ഇരിക്കുന്നത്. അവിരതം ചരന്തി. അവിടുത്തെ പാതാരവിന്ദത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവരുടെ സുഖത്തെ ലോകത്തിന്റെ മുമ്പില് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പ ഭജന്തി നഭജന്തി ഉദവോഭയേഷാം നിഷ്ഠാം പ്രദർശയ വിഭോ ഗുരു സഞ്ജയാനാം. അവിടുത്തെ ഭജിക്കുന്നവരുടെ ഉത്കർഷം, അവിടുത്തെ ചീത്ത പറയുന്നവരുടെ അധപ്പതനം, ഇത് രണ്ടും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ, അവിടുത്തെ മഹത്വം, അതേപോലെ അവിടുത്തെ സേവിക്കുന്നവരുടെ ആ ഗുണോത്കർഷം, ഇത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാജസൂയ യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. കേട്ടാ പോരല്ലോ. ഈ ഭേദബുദ്ധി തീർന്നവനാണ് ഒരു യജ്ഞം ചെയ്യാൻ പറ്റുള്ളൂ. ഭേദബുദ്ധിയോട് കൂടിയിട്ട് ഒരിക്കലും ഒരു യാഗം ചെയ്യാൻ പറ്റില്ല. കാരണം നിശ്ചിതമതി എന്നാണ് അവിടെ പറയുന്നത്. ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടാവണം. അതാണോ വേണ്ടേ, ഇതാണോ വേണ്ടേ എന്നൊരു സംശയം അവിടെ ഉണ്ടാവാൻ പാടില്ല.
ഇവിടെ പറയുന്നു അവിടുത്തെ സേവിക്കുന്നവരുടെ ആ മേൽപോട്ടേക്കുള്ള ഗതിയും സേവിക്കാത്തവരുടെ അധപ്പതനവും കാണിച്ചു കൊടുക്കാൻ. ചിരിച്ചു. മോഹയൻ നിവമായ ഏട്ടാ, ഏട്ടന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും എന്റെ കപ്പം ദപ്പ തന്നെ സ്വീകരിച്ചു, ദ്വാരകയുടെ കപ്പ അങ്ങോട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ ഏട്ടന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു. ഇവിടത്തേക്ക് അധീനായിട്ട് മാറി. ലോകത്തെ ജയിച്ചവർക്കാണല്ലോ ഈ വിശ്വജിത്തായിട്ടുള്ള രാജസൂയയാഗം ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ദ്വാരകയെ ഇവിടുത്തെ ഈ സ്നേഹത്തിന്റെ മുമ്പില്, ഈ പ്രേമത്തിന്റെ മുമ്പില്, ഈ ഭക്തിയുടെ മുമ്പില് ഏട്ടാ ദ്വാരക കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ ദ്വാരകയുടെ കപ്പായിട്ട് വിഭവങ്ങൾ കൊടുത്തു. അങ്ങനെ തന്റെ അനിയന്മാര് ഭീമനെയും അർജുനനെയും നകുലനെയും സഹദേവനെയും 4 ദിക്കിലേക്ക് പറഞ്ഞയച്ച മറ്റു രാജാക്കന്മാരോട് എല്ലാം പറഞ്ഞു. അജാതശത്രുവായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയയാഗം ചെയ്യാൻ പുറപ്പെടുന്നുണ്ട്, നിങ്ങളും അതിലില്ലേ? ഓ, ഞങ്ങളും കപ്പം തരാം. ഒരാള് പോലും എതിർപ്പ് പറഞ്ഞില്ല. അതുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ പേര് അജാതശത്രു. എന്താ? ശത്രു ജനിച്ചിട്ടില്ല, ആരും ശത്രുക്കളില്ല. അപ്പോ ഇതിന്റെ ഇടയില് ഒരാള് മാത്രം ഇതൊന്നും കൊടുക്കണില്ല, കപ്പം കൊടുക്കാണ്ടിരിക്കുക. അതാരാ? സാക്ഷാൽ ജരാസന്ധൻ. കാരണം ലോകത്തെ ജയിച്ച താനാണ് അതിന്റെ ചക്രവർത്തി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ മാഗധനുള്ളത്. അതിന്റെ ഇടയില് ഈ രാജസൂയയാഗം അവിടെ നടന്നോട്ടെ എന്നുള്ള രീതിയിൽ അത് പരിഗണിക്കാതെ കണ്ടിരിക്കണു. ഇവിടെ ഉദ്ധവൻ നിർദ്ദേശിച്ച ആ മാർഗം ഭക്തദാസനാണ്. ഭക്തന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ആണ് ഗുരുവായൂരപ്പന്റെ പ്രവൃത്തി, അല്ലേ? കുറൂരമ്മ പറഞ്ഞു ഈ കാലത്തിന്റെ അടിയിലിരിക്കുക, നീറ്റ് പോകാൻ പാടില്ല. ഓ, മേത്തൊക്കെ കരിയായിട്ട് മേശാന്തി വെച്ച് എന്താണ്ടായേ? കുറൂരമ്മ അടച്ചിട്ടതാ. ഇതേപോലെ ആ ഭക്തദാസതാം പ്രധയൻ എന്ന് ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ഭക്തന്മാരുടെ മഹത്വത്തെ ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഗുരുവായൂരപ്പൻ ഉദ്ധവൻ പറഞ്ഞതനുസരിച്ച ബ്രാഹ്മണ വേഷത്തില് ജരാസന്ധന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. ജരാസന്ധൻ തന്റെ മുമ്പില് ബ്രാഹ്മണരായിട്ട് 3 പേര് എത്തിയിട്ടുണ്ട്. കാണാൻ നല്ല കൂറ്റന്മാര്. എന്താ വേണ്ടേ? നിങ്ങൾ ബ്രാഹ്മണരാണല്ലോ, എന്തു വേണച്ചാൽ ചോദിച്ചോളൂ. ആത്മാനമപി, എന്തു വേണച്ചാൽ. ജീവിത ബ്രാഹ്മണാർത്ഥായ, ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടാണ് ഈ ജന്മം തന്നെ. അതുകൊണ്ട് ഹേ വിപ്ര പ്രിയതാം കാമ ദദാമി ആത്മശിരോ വിവ, എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ. എന്റെ ശിരസ് വേണം ഇവിടത്തേക്ക് മുക്തിക്കെങ്കിൽ അതും തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇതാ ജരാസന്ധൻ ഈ ബ്രഹ്മവേഷധരന്മാരായിട്ട് സ്വതവേ ബ്രാഹ്മണരല്ല എന്ന് അദ്ദേഹത്തിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. കാരണം ആ ഒരു സമ്പ്രദായമൊന്നുമല്ല. അതുകൊണ്ട് ചോദിച്ചു, എന്ത് വേണമെച്ചാൽ ചോദിച്ചോളൂ. അപ്പോ ഗുരുവായൂരപ്പൻ പറഞ്ഞു, യുദ്ധം നോ ദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യതി മന്യസേ, യുദ്ധം ആണ് ഞങ്ങളെ ആഗ്രഹിക്കുന്നത്. അങ്ങ് തരാൻ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതിന് ഒരു വഴി ഉണ്ടാക്കി തരും. പറ്റൂച്ചാൽ അങ്ങ് ആഗ്രഹിക്കുകയാണെച്ചാൽ ദ്വന്ദ്വ യുദ്ധാവാം. യുദ്ധാർത്ഥിനോ വയം പ്രാപ്താഹ, ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താ? സുരവി വൈഷ്ണവി മാതാ നിത്യം വിഷ്ണുപദേ സ്ഥിതാ ഗോദാനന്ദമയാദത്തം. അങ്ങനെ ഗോദാനം മേടിക്കാനോ മറ്റു ഇതിനൊന്നും അല്ല. ഞങ്ങൾ വന്നിരിക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ബ്രാഹ്മണനല്ലേ? അല്ല. അസൗ മൃഗോദര അസൗ പാർത്ഥ, അസൗ മൃഗോദര പാർത്ഥ തസ്യ ഭ്രാതാർജുനോ ഹ്യയം. ഇത് സാക്ഷാൽ ഭീമസേനൻ, ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ അർജുനൻ. അനയോർമാതുരേയം മാം കൃഷ്ണം ജാനീഹിതേരിപും, എന്നെ ഇവരുടെ അമ്മാവന്റെ മകനായിട്ട് ഇവിടുന്ന് അറിയിക്കും. കൃഷ്ണം ജാനീഹി, കൃഷ്ണത്തേരിപും, അങ്ങയുടെ ശത്രുവായ കൃഷ്ണനാണ് ഞാൻ. നോക്കൂ, ആ പദങ്ങളുടെ പ്രയോഗമാണ്. വാക്കുകള്
എങ്ങനെ പ്രയോഗിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ശ്രീരാമചന്ദ്ര സ്വാമി ഹനുമാനെ സീതാന്വേഷണത്തിന് വേണ്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ ഇത് അശോകവനിയിലിരിക്കുന്ന സീതയെ കണ്ടുകൊണ്ട് ഹനുമാൻ തിരിച്ച ശ്രീരാമന്റെ അടുക്കലെത്തി. സീത ദൃഷ്ട മയ, ഞാൻ സീത ദൃഷ്ട മയ, ഞാൻ സീതയെ കണ്ടു, എന്നാൽ സീത കാണപ്പെട്ടു. അതോ ദൃഷ്ട സീത മയ ഇങ്ങനെ വേണ്ടത്? സീതയെ കണ്ടു സീതയെ എന്നാണോ പറയേണ്ടത്? അങ്ങനെയല്ല. ഇവിടെ എന്തിനു വേണ്ടിയാ ഹനുമാൻ പോയേ? കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ പറയുമ്പോൾ സന്തോഷം ഉണ്ടാവണം. ദൃഷ്ട ദൃഷ്ട, കണ്ടു കണ്ടു. ആരെയൊക്കെ കാണാൻ പോയേ? സീതയെ. അപ്പൊ ആ കണ്ടു എന്ന് പറയുമ്പോ തന്നെ ഒരു ആനന്ദം ഉണ്ടായി അല്ലേ? അപ്പൊ അതാണ് ദൃഷ്ട സീത. ഇതേപോലെ പറയുന്ന വാക്കുകള് മറ്റുള്ളവർക്ക് ആഹ്ലാദത്തെ ഉണ്ടാക്കണം. അങ്ങനെ പറയുന്നതാണ് ഇതൊരു സമ്പ്രദായം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞു, ഈ രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ചു. ഞാൻ കൃഷ്ണനാണ്, ഇത് അർജുനനും ഭീമസേനനും ആണ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവിടെ പറഞ്ഞില്ല, ഇത് ഞാനല്ല ഇവിടുത്തെ കൂടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, ഇവർ രണ്ടുപേരാ. അതുകൊണ്ട് ഇത് ഭീമസേനനാണ്, ഇത് അർജുനനാണ്, ഇവരുടെ ബന്ധുവായിരിക്കണം. ഞാൻ അവിടുത്തെ ശത്രുവാണ്, എന്റെ പേര് കൃഷ്ണൻ. അത് കേട്ടതോട് കൂടിയിട്ട് ചിരിച്ചു. ഒക്കെ ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ യുദ്ധം അങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ യുദ്ധം തരുന്നുണ്ട. യുദ്ധത്തിന് ഇതാരാ പറഞ്ഞേ? അർജുനൻ പറഞ്ഞു, ഗണ്ഡീവം യസ്യ വൈധനോ സ്മരഹര ശിരശ്ചണ്ഡകോദണ്ഡകാണ്ഡ. മഹാദേവന്റെ തലക്കടിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പാശുപതാസ്ത്രം വാങ്ങിയ അർജുനനാണ് ഞാൻ. നോക്കി ജരാസന്ധൻ, ഇയാളോ ഗതെന്ന് പൊക്കാനുള്ള ശേഷി പോലുമില്ല. അർജുനോ നഭവേദ്യോദ്ധ. അർജുനനൊരു യോദ്ധാവേ അല്ല, ഇപ്പോഴല്ല, ഒരു കാലത്തും അർജുനൻ ഒരു യോദ്ധാവല്ല. പിന്നെ കൃഷ്ണന്റെ കൂടെ ഞാനില്ല. കാരണം എപ്പോഴാ കൃഷ്ണൻ ഓടുക എന്ന് നിശ്ചയില്ല. കാരണം പണ്ട് ആ മന്ദരപർവ്വതത്തിന്റെ മുകളിലേക്ക് വയസ്സായി 19 വയസ്സായി എനിക്ക്, എന്നിട്ട് ഓടിച്ച് അന്ന് ഓടിപ്പോയ ഒരു രംഗമുണ്ട്. അതുകൊണ്ട് കൃഷ്ണന്റെ കൂടെ നിന്റെ കൂടെ ഞാൻ യുദ്ധം ചെയ്യില്ല. പിന്നെയോ അർജുനൻ യോദ്ധാവല ഭീമസ്തുല്യവരോ മമ. ഭീമൻ പറ്റിയ ആളാണ് എന്നുള്ള സങ്കല്പത്തില് ഭീമൻ ഒരു വലിയ ഗത കൊടുത്തു. താനും ഒരു ഗത സ്വീകരിച്ച 10-27 ദിവസം അവർ തമ്മിൽ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിന്റെ ഒടുവില് തനിക്ക് എല്ലാവരെയും ജയിക്കാൻ പറ്റും എന്നുള്ളതായ ഒരു കേമത്വം, ഒരു അഹങ്കാരം ആർക്കുണ്ടായിരുന്നു? ഭീമസേനനുണ്ടായിരുന്നു. 27 ദിവസത്തെ അടിയണ്ട് കിട്ടിയപ്പോ എല്ലിന്റെ എണ്ണം കൂടി, പല്ലിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ള മട്ടിലാണ് ഇതാ ഭീമന്റെ ഇരിപ്പ്. ഭീമൻ അന്ന് പറഞ്ഞു, അതേ കൃഷ്ണ, നമുക്ക് രാത്രിയായി പോവുക. എങ്ങട? നമുക്ക് ഇവിടുന്ന് പോവാ. നാളെ അല്ലെങ്കിൽ ജരാസന്ധൻ എന്നെ കൊല്ലും. ഏട്ടനല്ലേ പറഞ്ഞത്, ജരാസന്ധനെ ഇന്ന് തീർക്കും. എന്നെ കൊണ്ട് പറ്റണില്ല. നരനാരായണന്മാര് ആ അർജുനനും കൃഷ്ണനും കൂടിയിട്ടൊന്ന് തലോടി കൊടുത്തു. അതോടുകൂടി ഉദ്ധത വീര്യനായി പിറ്റേ ദിവസം ഇതാ ഭഗവാൻ ഒരു മരകഷ്ണം ഇങ്ങനെ കീറി രണ്ടായിട്ട് പിടിച്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ട് ഈ ജരാസന്ധനെ കൊല്ലേണ്ടതായ മാർഗത്തെ ഛദ്മരൂപത്തിൽ അവതരിപ്പിച്ചപ്പോ ആന പനമ്പട്ട കയറുന്നത് പോലെ ജരാസന്ധനെ താഴെ വീഴ്ത്തി ഒരു കാലം മറ്റേ കാൽ ചവിട്ടി പിടിച്ച മറ്റേ കാലം പിടിച്ച് വലിച്ചെറിഞ്ഞ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ജരാസന്ധനെ വധിച്ച അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള സഹദേവനെ രാജാവാക്കി വാഴിച്ച സഹദേവനോട് പറഞ്ഞു, തടവറയിൽ കിടക്കുന്നതായ രാജാക്കന്മാരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹദേവന്റെ ആജ്ഞ കൊണ്ട്
മോചിപ്പിക്കണം. അവര് ഗുരുവായൂരപ്പന്റെ പാതാരവിന്ദത്തില് വീണ് നമസ്കരിക്കുകയാണ്. ക്ഷുക്ഷാമാഹ ശുഷ്കവദനാഹ സംരോധ പരികർഷിതാഹ ക്ഷുക്ഷാമാഹ. ഇനി ഈ ഒരു പദം കുചേല വൃത്തത്തിൽ പറയാൻ പോകുന്നുണ്ട്. തസ്യ ഭാര്യ കുചൈലസ്യ ക്ഷുക്ഷാമാച തഥാവിധ. ക്ഷുക്ഷാമ ശുദ്ധ വിശപ്പ്. വിശപ്പ് ക്ഷമിച്ചവര്, ഇല്ലാണ്ടിയായവര്, വിശപ്പിനെ അടക്കിയവര്. ക്ഷുക്ഷാമാഹ. കാരണം ഒന്നും കിട്ടാണ്ട് വരുമ്പോ ആ കഴിക്കാനുള്ള ആഗ്രഹം എല്ലാം പോയി. എന്തെങ്കിലും ഒന്ന് തന്നാ തന്നു, അത്രയുള്ളൂ. ഇതോടുകൂടി വിശപ്പില്ലാതെ കണ്ട ഇതാ മുഖം ഇങ്ങനെ വാടിയിട്ട് നിൽക്കുന്നതായ ആ രാജാക്കന്മാര് തന്റെ മുമ്പിൽ ഇതാ ഗുരുവായൂരപ്പനെ കണ്ടതോടുകൂടി ഇതാ അടഞ്ഞിരുന്ന മിഴികളെ പതുക്കെ ഇങ്ങനെ തുറക്കാൻ തുടങ്ങി. മഞ്ഞപ്പെട്ടെടുത്ത് നിൽക്കുന്നതായ ഗുരുവായൂരപ്പനെ ഇതാ വീണ്ടും വണ്ണം നോക്കി കാണുന്നു. പ്രസന്നവദനാംഭോജം, എന്തെന്നില്ലാത്തതായ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് നാല് കൈകളിലും ആയുധങ്ങൾ എന്തി നിൽക്കുന്നതായ ഗുരുവായൂരപ്പനെ കണ്ട ആനന്ദത്തോടു കൂടി അവര് വീണ്ടും നമസ്കരിക്കുന്നു. അവരുടെ പ്രാർത്ഥന എന്താ അവര് പറയണത്? നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാഭ്യയാം പ്രപന്നാൻ പാഹിന കൃഷ്ണ നിർവിണ്ണാൻ ഘോര സംസ്കൃതേ. ഘോരമായ ഈ സംസാരമാകുന്ന കാട്ടിൽപ്പെട്ട ഹിംസജന്തുക്കളാകുന്ന കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സരം തുടങ്ങിയിട്ടുള്ള ആ ജന്തുക്കളാൽ ആക്രമിക്കപ്പെട്ട വിഷമിക്കുന്നതായ ഞങ്ങളെ അല്ലയോ ഗുരുവായൂരപ്പ അവിടുത്തെ പാതാരവിന്ദത്തിൽ പറ്റിച്ചേർന്ന് പാടും ഞാൻ നാരായണ നാമം. ആനന്ദം അനുഭവിക്കാൻ അടിയങ്ങളെ അനുഗ്രഹിക്കണേ. അനുഗ്രഹോയദ്ഭവതോരാജ്ഞ രാജ്യച്യുതിർവിഭോ. അവിടുത്തെ അനുഗ്രഹം ഞങ്ങളിൽ എപ്പോഴും ഉണ്ട്. എന്താണ്? ഈ രാജ്യത്തിൽ നിന്ന് ഞങ്ങൾ ഭ്രഷ്ടരായി മാറിയപ്പോ ഇത് ഇവിടുത്തെ കാരുണ്യാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോ അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും. എന്താണ്? ഗുരുവായൂരപ്പന്റെ അനുഗ്രഹിയായ അല്ലേ? നമ്മളെ എന്താ വലിപ്പം നടിച്ചിട്ട് മേൽപോട്ടു നോക്കി പലപ്പാക്കരാഠ്യം നടക്കും ദശായ ബലിക്കല്ലു തട്ടി തടഞ്ഞാശു വീണാർ. അമ്പലത്തില് അങ്ങനെ മേൽപോട്ടേക്ക് എന്റെ അമ്പലാന്ന് പറഞ്ഞ് നടന്നു, താഴെ വീണു. എന്താ പറ്റി അമ്പൂരി? ആ ബലിക്കല്ല് തട്ടി. ബലിക്കല്ല് അവിടെ നിന്ന് മാറ്റിയപ്പോഴൊന്നുമില്ല, നോക്കാണ്ട് നടന്നപ്പോ അതിനെ തട്ടി. ആരുടെ കുഴപ്പ? അവനവന്റെയാണ്. അത് മറ്റുള്ളവരിലേക്ക് ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവം. ഇതേപോലെ ഗുരുവായൂരപ്പൻ എന്റെ ആ പ്രാർത്ഥന സ്വീകരിച്ചില്ല, എനിക്ക് ഒന്നും തന്നില്ല. ഇതാണ് ആദ്യം നമ്മൾ പറയുന്നത്. പക്ഷേ ഇന്നിപ്പോ മനസ്സിലായി, രാജ്യച്യുതി, രാജാവ് എന്ന പദവിയിൽ നിന്ന് മാറി ഒരു തടവറയിൽ കിടക്കുന്ന തടവുപുള്ളിയായി മാറിയപ്പോ വളരുകയാണോ തളരുകയാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ രാജാക്കന്മാര് പറയാ, ഞങ്ങൾ വളർന്നു കൃഷ്ണ, ഞങ്ങള് രാജ്യത്തിന്റെ ആ അധികാരത്തിന്റെ പ്രമത്തതയിൽ നിന്ന് താഴേക്ക് വീണു എന്നുണ്ടെങ്കിലും ഞങ്ങൾ വളർന്നു. ഇവിടത്തോടുള്ളതായ ഭക്തി ഞങ്ങളുടെ ഉള്ളില് ഇതാ തെളിഞ്ഞു കിട്ടി. എന്താ കാരണം? താഴത്തെ റോട്ടില് വെള്ളമുണ്ട് എന്ന് വിചാരിച്ച് ആ വെള്ളം കുടിക്കാൻ ചെല്ലുന്ന മണ്ടന്മാരെ പോലെ ഞങ്ങൾ ആദ്യം രാജ്യസുഖങ്ങളായിരുന്നു നല്ലതെന്ന് വിചാരിച്ച് അതിന്റെ പുറകെ ഓടി. മൃഗതൃഷ്ണാം യഥാ ബാലാമന്യന്തേ ഉദകാശയം ഏവം വൈകാരികീം മായാം. ഇതുപോലെ മായയ്ക്ക് അടിമപ്പെട്ട ഭൗതിക സുഖങ്ങളുടെ പുറകെ പോയി അതൊന്നും നേടിയെടുക്കാൻ പറ്റാതെ ഇതാ ഈ ജരാസന്ധന്റെ തടവറയിൽ കടന്ന് ബുദ്ധിമുട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ അകക്കണ്ണ് തുറന്നു. ആ അകക്കണ്ണിലൂടെ ഞങ്ങൾ കൃഷ്ണനെ ദർശിച്ചു. പണ്ട് കാണാത്തവരായിരുന്നു. ആരാണ്? അടുത്തു നിൽക്കുന്ന അനുജനെ നോക്കാൻ
അക്ഷികളില്ലാത്തവർക്ക് ഈ ഈശ്വരൻ അപ്രമേയനായി മാറിയതിലെ എന്താണ് ആശ്ചര്യം? ഇതാണ് ഒരു കവി ചോദിച്ചത്. ഇത് തന്നെയാണ് ഇവിടെ പറയണത്. വയം പുരാ ശ്രീമത നഷ്ടദൃഷ്ടയ. കണ്ണുണ്ടായിരുന്നു, പക്ഷേ ഐശ്വര്യമാകുന്ന ആ മതം ബാധിച്ച കണ്ണു കാണാത്തവരായി തന്റെ ബന്ധുക്കളെയും കുടുംബക്കാരെയും മനസ്സിലാക്കാൻ പറ്റാതെ കണ്ട് താൻ രാജാവാണ് എന്ന് അഹങ്കരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഞങ്ങളുടെ ഈ അഹങ്കാരത്തെ ഒതുക്കിയത് ആരാ? ഞങ്ങളുടെ ഗുരു. ആരാതാ? ജരാസന്ധോ മമ ഗുരു. ജരാസന്ധൻ ഞങ്ങളെ തടവറയിലേക്ക് രാജാവല്ല, ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്ന ജരാസന്ധൻ ഞങ്ങളുടെ ഗുരുവാണ്. ജരാസന്ധോ മമ ഗുരു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഗുരുവായൂരപ്പന്റെ കാൽക്കര വീണ് നമസ്കരിക്കണം. അവര് പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ, കൃഷ്ണനായിക്കൊണ്ട് നമസ്കരിക്കുന്നു. ആരാ കൃഷ്ണൻ? സത്താനന്ദാത്മതാം പ്രധയൻ. സത്ത ചിത്ത ആനന്ദം, സച്ചിദാനന്ദ സ്വരൂപം, ആനന്ദ സ്വരൂപനായിരിക്കുന്ന കൃഷ്ണ അടിയപ്പെടുത്ത വീണ് നമസ്കരിക്കുന്നു. വാസുദേവായ, വസുക്കളുടെ പ്രാണന്റെ ദേവനാണ്. അതേപോലെ ഹരയേ, ഹരിയാണ്, എല്ലാം ഹരിച്ചെടുക്കുന്ന ആളാണ് അല്ലെ, ജനങ്ങളുടെ പാപത്തെ മുഴുവനും ഹരിക്കുന്ന ആളാണ്, പരമാത്മാവാണ്, നമസ്കരിക്കുന്നവരുടെ എല്ലാ ക്ലേശങ്ങളെയും ദൂരീകരിക്കുന്നവനാണ്, ഗോവിന്ദനാണ്. ഭൂമി തൻ ഭാരം കമവതീനായിട്ട് ഭൂമിയിൽ വന്നു പിറന്ന കൃഷ്ണ ഹരി എന്നൊരു രീതിയില് ഭൂഭാരത്തെ ക്ഷമിപ്പിക്കാൻ വേണ്ടി ഇതാ അവതരിച്ചതായ ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളെ മുഴുവനും ദൂരീകരിക്കുന്ന കാരുണ്യമൂർത്തിയായിട്ടുള്ള ഗുരുവായൂരപ്പ അടിയങ്ങൾ ഇവിടുത്തെ വീണ് നമസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് നമസ്കരിച്ചപ്പോ അവരെ അനുഗ്രഹിച്ച ഗൃഹത്തിലേക്ക് പറഞ്ഞു വിടുന്നു. പോയി എല്ലാവരും യുധിഷ്ഠിരന്റെ രാജസൂയത്തിന് പാകത്തിന് ഉത്സാഹിക്കാൻ പാകത്തിന് എത്തിച്ചേരാനുള്ള നിർദ്ദേശത്തോടു കൂടി അദ്യപ്രഭൃതിവോ ഭൂവ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാജായതേ ഭക്തി ബാഢം ആശംസിതം. ഇന്നു തൊട്ട് അല്ലയോ രാജാക്കന്മാരെ, നിങ്ങളുടെ ഉള്ളില് എന്നിലേക്കുള്ളതായ ഭക്തി ഇങ്ങനെ ക്രമികമായിട്ട് അനുദിനം ഇങ്ങനെ വർദ്ധിച്ചു വരികയല്ലാണ്ട് ഒരിക്കലും ഒരു കുറവുണ്ടാവില്ല കേട്ടോ. കാരണം മനസ്സുകൊണ്ട് പാകപ്പെടുത്താൻ നിങ്ങളുടെ ഗുരു ജരാസന്ധേട്ടൻ ശ്രമിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഭക്തി കുറയില്ല എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് യാത്രയായി. ഈ കാര്യങ്ങള് ഇതാ അങ്ങോട്ട് പോയപ്പോ ഭീമ അർജുന ജനാർദ്ദനാഹ, കൃഷ്ണ അർജുന ഭീമന്മാരായിട്ടാണ്. കൃഷ്ണൻ, ഭീമൻ, അർജുനൻ. കുറച്ച് അങ്ങോട്ട് പോയപ്പോഴോ തിരിച്ചെത്തി പോകുമ്പോഴോ ഭീമ അർജുന ജനാർദ്ദനാഹ, ഭീമനാണ് മുമ്പിൽ പോകണത്. ഇത് ഭീമൻ ചെന്ന ഏട്ടനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്നല്ലാതെ മറ്റൊന്നുമില്ല. എന്തായാലും പിന്നെ ഈ രാജസൂയ യാഗത്തെ കുറിച്ചിട്ട് വർണ്ണിക്കണം. ഭട്ടതിരിപ്പാട് രാജസൂയം എന്നുള്ളതായ ഒരു പ്രബന്ധം എഴുതുകയുണ്ടായിട്ടുണ്ട്. അവര് പറഞ്ഞു, ഭട്ടതിരിക്ക് വ്യാകരണമൊക്കെ കർശനമായിട്ട് അറിയാം, പക്ഷെ മീമാംസയൊന്നും അറിയില്ല, യാഗങ്ങളെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞ കളിയാക്കിയപ്പോ എഴുതിയ പ്രബന്ധാണ് ഈ രാജസൂയം പ്രബന്ധം എന്ന് പറയാറുണ്ട്. എന്തായാലും അതില് ഈ രാജസൂയ യാഗത്തിന്റെ വശങ്ങളെ കുറിച്ചെല്ലാം വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ ഭാഗവതത്തില് ഈ കഥ വർണ്ണിക്കുന്നത്, ഈ രാജസൂയ യാഗ കഥ വർണ്ണിക്കുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. എല്ലാ യാഗങ്ങളുടെയും ഫലത്തിന്റെയും അപ്പുറത്ത് ഭക്തി കൊണ്ട് സാധിക്കാവുന്ന ഒന്നുണ്ട്. ആ യാഗഫലം ഇത്ര ക്ലേശകരമായിട്ടുള്ളതാണ് അല്ലെ. അപ്പോ ക്ലേശങ്ങളോട് കൂടിയതായ കർമ്മയോഗത്തെക്കാളും എളുപ്പമായിട്ടുള്ളത് ഏതാ?
ഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധപദവി അക്ലേശതസ്തന്വതി സത്യസിദ്ധികരീ ജയത്യലി വിഭോ സൈവാസ്തു മേ ത്വൽപദ പ്രേമ പ്രൗഢിരസാർദ്രത ദ്രുതതരം വാതാലയാധീശ്വര ത്വൽപദ പ്രേമ പ്രൗഢി പ്രേമ പ്രൗഢിരസ പ്രേമ പ്രൗഢിരസാർദ്രത. ആ പ്രേമത്തിന്റെ പരിപൂർണത, ആ പരിപക്വമായ ഒരു അവസ്ഥയിലേക്ക് ഈ കഥകൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. ഇവിടെ ആ പരീക്ഷിത മഹാരാജാവിന് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇവിടെ പറയുന്നുണ്ട്, ഇനി യുധിഷ്ഠിരന്റെ രാജസൂയം കേമായി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കാരണം എന്താണ്? ദീനാനാമീശമാനിനാം സഭവാനരവിന്ദാക്ഷ. ആ ഗുരുവായൂരപ്പനാണ് ഇതിന്റെ അമരക്കാരനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഗുരുവായൂരപ്പൻ ഒരു യജ്ഞത്തിന്റെ അമരക്കാരനായി നിൽക്കുമ്പോ എന്തെങ്കിലും ഒരു 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 പോരായ്മ ഉണ്ടാവുമോ? ഇല്ല. ഹൈമാകിലോപകരണാക. ആ യാഗത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം സ്വർണമയമായിട്ടുള്ളതാണ്. പണ്ട് ഭരണന്റെ യാഗത്തിന് ഉണ്ടായതുപോലെ. അതേപോലെ എല്ലാത്തിനും അനുകൂലമായിട്ടുള്ള ആൾക്കാരെ അവിടെ യോജിപ്പിച്ചു. ദഹനക്കാരനായിട്ട് ഭീമനെ പിടിച്ചു നിർത്തി. അതേപോലെ പൂജയുടെ കാര്യത്തിന് സഹദേവനെ, ദാനത്തിന് കർണനെ, കലവറക്കാരനായിട്ട് ദുര്യോധനനെ, എന്നിങ്ങനെ എല്ലാത്തിനും പാകപ്പെട്ട ആള്. ദുര്യോധനന് ഒരു കഴിവുണ്ട്. എന്താണ്? അദ്ദേഹം എന്ത് തൊട്ടാലും എത്തിക്കും. അപ്പോ ഇവിടെ 10 കൊടുക്കാച്ചിട്ട് പുറപ്പെടുമ്പോ ദുര്യോധനൻ ഒരു 100 കിടക്കട്ടെ, കുറച്ച് ഇനി വേണ്ടിയാകും. അപ്പൊ അവൻ വന്നിട്ട് ശപിക്കും, എനിക്ക് തരാതെ കണ്ടിരുന്ന ഈ യുധിഷ്ഠിരൻ നശിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ 10 പ്രതീക്ഷിച്ചിട്ട് ഗുരുവായൂരപ്പ. അപ്പൊ വാരിക്കോരി ദുര്യോധനൻ കർണന്റെ കയ്യിൽ കൊടുത്തു. കർണ ധാരാളം. കർണ ഇങ്ങനെ കൊടുക്കുമ്പോ 10 പ്രതീക്ഷിച്ചിട്ട് 100 കിട്ടുമ്പോ ബ്രാഹ്മണര് സന്തോഷത്തോട് കൂടിയിട്ട് കൈ ഉയർത്തി എന്താ അനുഗ്രഹിക്കണേ? യുധിഷ്ഠിരൻ നന്നായിട്ട് വരട്ടെ, യുധിഷ്ഠിരൻ നന്നായിട്ട് വരട്ടെ. ദുര്യോധനൻ പറഞ്ഞു, കാശ് എന്നത് ഞാനാ, എന്നെ അനുഗ്രഹിക്കണേന് പകരം അത് എത്രയായാലും മതിയാവണില്ല. ഇത് ഞാൻ കൊടുക്കുക, അവരല്ല അനുഗ്രഹം ഈ യുധിഷ്ഠിരന് കൊടുക്കുക. തന്റെ കേമത്തം അങ്ങനെ വിഷമത്തോടു കൂടി ഇരിക്കണം. എന്തായാലും ഈ കൊടുത്ത് തൃപ്തിപ്പെടുത്ത അവരെല്ലാം അനുഗ്രഹിച്ചു പോകുന്നതിന്റെ ഇടയിൽ ഒരു രംഗം അവിടെ കാണിച്ചു തരുന്നുണ്ട്. എന്താ? പണ്ട് ഭീഷ്മരെ പ്രാർത്ഥിക്കുന്നത് രാജസൂയ യാഗത്തിന്റെ മധ്യത്തില് അഗ്രാസനത്തിലിരുന്ന് പൂജ സ്വീകരിച്ചതായ ഗുരുവായൂരപ്പന്റെ മഹത്വത്തെ കുറിച്ച് അവിടെ എടുത്തു പറഞ്ഞു. അപ്പൊ ആ ഒരു രംഗം അവിടെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. ആരെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചപ്പോ പൂജയ്ക്ക് അധികാരിയായിട്ടുള്ള സഹദേവൻ പറഞ്ഞു, ഭഗവാനെ പൂജിച്ചാൽ എല്ലാവർക്കും പൂജ കൊടുത്തതുപോലെയാണ്. മരങ്ങൾക്ക് നനയ്ക്കാൻ അതിന്റെ പേരിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇതേപോലെ ലോകത്തിന്റെ നാരായണനായ ഗുരുവായൂരപ്പനെ പൂജിച്ചാൽ എല്ലാവരും തൃപ്തിപ്പെടും എന്ന് അറിയിച്ചപ്പോ ഗുരുവായൂരപ്പനെ പൂജിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണു. ആ സമയത്താണ് വാളും പുറകിൽ നിന്നും ഊരിക്കൊണ്ട് സാക്ഷാൽ ശിശുപാലൻ അവിടെ നിന്ന് ഗുരുവായൂരപ്പനെ കുറിച്ച് ചീത്ത പറയുന്നത്. എന്താ ഇവന്റെ ഒരു മഹത്വമുള്ളത്? ധാനാവിജനനം വളർന്നതിളയ പെണ്ണിന്റെ കൈത്തൊട്ടിലിൽ പ്രാണൻ കാത്ത പെൺകൊലക്കൊടുമയാൽ വിദ്യാലയം ഗോഗൃഹം ക്ഷോണീരംഭകളാമ്രതങ്കനകതഞ്ചാരത്വം ഉദ്യോഗം എന്താണാവോ തവമേന്മ
ഹംസവധമോ പാർത്ഥന്റെ സാരഥ്യമോ സ്ത്രീഘ്ന ഗുരുഘ്ന അങ്ങനെ പറഞ്ഞ കുറെ ചീത്ത വിളിക്കുന്നുണ്ട്. സ്ത്രീയെ കൊന്നവനാണ്, ഭൂതനെ കൊന്നവനാണ്, ഗുരു അമ്മാവനെ കൊന്നവനാണ്. അപ്പൊ ഏത് തരത്തിൽ നോക്കിയാലും ഇത്ര അപകടത്വം ഇല്ലേ? ഒരു പക്ഷിയെ കൊന്നവൻ, കൊച്ചിയായിട്ട് ഒരു അസുരം വന്നില്ലേ? അതേപോലെ പാമ്പിനെ കൊന്നവൻ, പെരുമ്പാമ്പ്, അഘാസുര, പാമ്പിന്റെ ഉള്ളിൽ ചെന്ന് അഘാസുരനെ മോക്ഷം കൊടുത്തിയത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അപകടത്താ ഇവൻ ചെയ്യാത്തത്? എന്താ ചെയ്തതെന്ന് പറയണേക്കാൾ എന്താ ചെയ്യാത്തതെന്ന് പറയുക എളുപ്പം. എന്ന് പറഞ്ഞ ഏവമാദീനി അഭദ്രാണി. ഇവിടെ അവിടെ പറയുന്നുണ്ട്, 100 അപരാധം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഘോരനാം ചൈത്യനെ കൊന്ന കൃഷ്ണാഹരി. എത്രയോ ചീത്ത വിളിച്ച് പറയുന്നത്. സദസസ്പതിവാരെ നിങ്ങളെല്ലാം ഇവരിയ്ക്കേ ഈ കുട്ടിയോട് പറയണ വാക്കിൽ ആരെങ്കിലും ചെവി കൊടുക്കുവോ? നിങ്ങൾ പറയൂ, ഈ കൃഷ്ണൻ എന്ത് ഗുണാണുള്ളത് എന്ന് പറഞ്ഞ കൃഷ്ണനെ ഭത്സിച്ച നിൽക്കുന്നതായ ശിശുപാലനെ കൊല്ലാൻ വേണ്ടി പാണ്ഡവര് ശ്രമിച്ചപ്പോ അവരെ തടുത്തു നിർത്തി തന്റെ സുദർശന ചക്രം കൊണ്ട്, നല്ലൊരു നോട്ടം കൊണ്ട്, തന്റെ ആയുധം കൊണ്ട് ശിരസ്സറുത്ത ആ ശിശുപാലന് മുക്തി കൊടുത്തതായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ രംഗം ഭാഗവതം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു. 100 അപരാധം. ഇയാൾ 100 അപരാധേ ചെയ്തുള്ളൂ, നമ്മളോ? ഇതാണ് ഈ കഥയിൽ നമ്മള് എന്തായി തീരണം ഞാൻ, ഒരു പിടിയവിലോ വെണ്ണയോ ബന്ധ ചീരത്തണ്ടോ. ഇതാണ് കൃഷ്ണകഥകളിൽ കേൾക്കുമ്പോ ആരായി തീരണം, ആരാവണം. കൃഷ്ണന്റെ ഒരു ഓടക്കുഴലായിട്ട് അല്ല, വൃന്ദാവനത്തിലെ ഒരു പുൽക്കുടിയായിട്ടെങ്കിലും മാറാൻ സാധിക്കണേ. ഈ ഒരു പരമ പ്രേമത്തിന്റെ ത്വൽഭക്തിസ്തു നിർമ്മജ്ജനേന. ഈ ഭക്തിയുടെ ആ ഒരു ആർദ്രത ഹൃദയത്തെ കുളിപ്പിച്ച, അതിൽ മുങ്ങിപ്പൊങ്ങി പാടും ഞാൻ നാരായണ നാമം. ആ നിത്യാനന്ദത്തിലേക്ക് ഇതാ ഉയർന്നപ്പോ ശിശുപാലന്റെ ശരീരത്തിൽ നിന്ന് ജ്യോതിസ് ഉയർന്ന് ഭഗവാനിലേക്ക് ലയിച്ചു ചേരുന്നത് എല്ലാവരും നോക്കി നിൽക്കെ ഭഗവാനെ ഇതാ സാക്ഷാൽ യുധിഷ്ഠിരൻ പൂജിക്കുന്നു. ഭഗവാൻ പാതാരവിന്ദത്തെ കാല് കഴുകിച്ച് നല്ലോണം അലങ്കരിച്ച് പൂജിച്ച് ആ പാദതീർത്ഥം ഒന്ന് ശിരസില് ധരിക്കുക. അതിന് വേണ്ടിയിട്ട് ഇതാ ശംഖെടുത്തു കാല് കഴിക്കാൻ നോക്കുമ്പോ ഭക്ഷണില്ല. രൂപം കണ്ടുകൊണ്ട് ഒന്ന് പൂജിക്കണമെന്നുണ്ട്. ഒന്ന് മാറി നിൽക്കുക എൻ ബാഷ്പമേഘമേ, ഒന്നു കാണട്ടെ ഞാൻ എന്റെ സച്ചിദാനന്ദ വിഗ്രഹം. ആ സച്ചിദാനന്ദ വിഗ്രഹം ഒന്ന് കാണട്ടെ, ഒന്ന് മാറി നിൽക്കൂ എന്റെ കണ്ണീരേ എന്ന് പറഞ്ഞാലും പറ്റുന്നില്ല എന്ന് കണ്ടപ്പോ നാരദ മഹർഷിയാണ് ആ പൂജ പൂർത്തിയാക്കുന്നത്. എന്തായാലും ആ പാദതീർത്ഥം സ്വീകരിച്ചുകൊണ്ട് ലോകത്തെ മുഴുവനും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നതായ ഗുരുവായൂരപ്പന്റെ ഈ രംഗം വർണ്ണിച്ചിട്ട് പറയുന്നു, യൈതം കീർത്തയേത വിഷ്ണോ കർമ്മ ചൈത്യവധാധികം രാജമോക്ഷം വിധാനം ച സർവപാപൈ പ്രമുച്യതേ. ദുര്യോധനം കൃതേ പാപം കലിം കുരുകുലാമയം. ഈ രാജസൂയയാഗം കണ്ടിട്ട് ഒരാൾക്ക് ലോകത്തില് ഒരു കുട്ടിയുള്ളൂ. മറ്റെല്ലാവർക്കും ആനന്ദത്തികപ്പാണ് ഉണ്ടായാൽ ദുര്യോധനന് മാത്രമാണ് ഈ കുരുവംശത്തിലെ കുരു പൊട്ടാൻ ഒരാൾക്ക്. ദുര്യോധനം ഹൃദയ, ദുര്യോധനം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പാപം ഹൃദയ. ആരാണോ പാപികൾ അവർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്താ കലിം ഹൃദയ, കലിയെ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ ലീലകള് ഇഷ്ടമായി. അതുകൊണ്ട് ആരാണോ ഈ കഥകള് ശ്രദ്ധയോടുകൂടി കേൾക്കണത് അവർക്ക് ഭക്തി ഉണ്ടാവും.
എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ രംഗത്തെ അവിടെ അവസാനിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പൻ ചിരിച്ചു നിൽക്കുകയാണ്. ഇപ്പുറത്ത് നിന്ന് ചീത്ത പറയണോ, ഗോപാല കുലപാംസന. ഗുരുവായൂരപ്പനെ ഇപ്പുറത്ത് നിന്ന് ശിശുപാലം വിളിക്കുക, ഗോപാല. എന്താ, പശുവിന്റെ മൂടുന്തി നടക്കണവനെ. ഗുരുവായൂരപ്പൻ പറഞ്ഞു, ശരിയാണ്, പശുച്ചാല ഭൂമി, ഭൂമിയതൻ ഭാരം കളവതീനായിട്ട്. ഗോശബ്ദത്തിന് വേദം എന്നർത്ഥണ്ട, വേദങ്ങളെ പരിപാലിക്കണ ആള് എന്നർത്ഥം. അങ്ങനെ ഇത് ഗോ എന്നുള്ളതിന് വാക്ക് എന്നർത്ഥണ്ട. അപ്പൊ ഇങ്ങനെ ഏത് തരത്തിലാണ് പശുവിനാണെങ്കിലും ഭൂമിയാണെങ്കിലും വേദങ്ങളെ ആണെങ്കിലും പരിരക്ഷിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്തുന്ന ആ ഗുരുവായൂരപ്പന്റെ കഥകളിലേക്ക് മനസ്സ് പായിക്കുന്നവന് എന്ത് സംഭവിക്കണോ? സ്ഥിരതര മനസാ വിശ്വപീഡാവഹത്യൈ നിശേഷാത്മാനം ഏനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. ആ പാതാരവിന്ദത്തിൽ പറ്റിച്ചേർന്ന് കിടന്ന പാടും ഞാൻ നാരായണ നാമം. ആ നിത്യാനന്ദത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ആ കഥകളെ ഇതാ ഇവിടെ ഉപസംഹരിക്കുന്നത്. സമയമായതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താം. കാരണം കാലദേശാവധിഭ്യം നിർമുക്തമായിട്ടുള്ളതാണ് ഈ ശ്രീമദ് ഭാഗവത കഥകൾ. എത്ര പറഞ്ഞാലും മതി വരില്ല, എത്ര കേട്ടാലും എത്ര ആസ്വദിച്ചാലും അനുഭവിച്ചാലും പോരാ എന്ന് ഇന്ദ്രിയങ്ങൾ പറയേണ്ടതാണ്. അതാണ് തൃപ്തി. വിഷയങ്ങൾ അനുഭവിച്ച് തൃപ്തി വരണം, എന്നാൽ വിഷയിയായിട്ടുള്ള ഈശ്വരനെ അനുഭവിച്ച മതിയായില്ല എന്നുള്ളതായ തോന്നല. കണ്ണ് ഗുരുവായൂരപ്പ എന്നെ കണ്ണുപൊട്ടനാക്കണേ. എന്താ, മറ്റുള്ളവരെ ദുരിതം കാണുമ്പോ അവരെ ചീത്തത്വം കാണുമ്പോ അത് കാണാണ്ടിരിക്കാൻ എനിക്ക് കണ്ണ് കാണണ്ട. മറ്റുള്ളവരുടെ ദോഷങ്ങൾ കാണാണ്ടിരിക്കാൻ എനിക്ക് കണ്ണു വേണ്ട. ഗുരുവായൂരപ്പ എന്നെ പൊട്ടനാക്കണേ. മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ അത് കേൾക്കാണ്ടിരിക്കാനുള്ള പൊട്ടത്തിലൊക്കെ എനിക്ക് ഉണ്ടാക്കി തരണേ. അപ്പൊ ഇതെല്ലാം ജീവിതത്തില് എന്തും ഒരു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഗുരുവായൂരപ്പനിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് മനസ്സിനെ അടക്കാൻ ശീലിച്ചാൽ ഈശ്വരൻ എവിടെയാ? ഹൃദയശേ. കൈ നീട്ടിയാൽ തൊടാവുന്ന ദൂരത്ത് ഗുരുവായൂരപ്പനുണ്ട്. ആ ഗുരുവായൂരപ്പൻ നമുക്കെന്നും വെളിച്ചം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച ഭഗവതിയുടെയും ഗുരുവായൂരപ്പന്റെയും സജ്ജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരുടെയും കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ പ്രവൃത്തിയുടെ സകല സാഫല്യങ്ങളും ഭാഗവത സ്വരൂപിയായ ഗുരുവായൂരപ്പന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ച് ഉപസംഹരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.